കണ്ണൂർ വിഷൻ നേർരകയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. നേർരക ഈ എപ്പിസോഡിൽ ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞ 10-16 വർഷമായിട്ട് നേർരക ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് ഇന്ന് വീണ്ടും ചർച്ച ചെയ്യുന്നത്. കുരുക്കഴിയാത്ത കണ്ണൂർ. മഴ തിമിർത്ത് പെയ്യുകയാണ്. കണ്ണൂരിൽ വരുന്ന മനുഷ്യർ കുടുക്കിൽപ്പെടും അല്ലെങ്കിൽ കുരുങ്ങും. അങ്ങ് ചാല മുതൽ വളപട്ടണം വരെ നീണ്ടു നിൽക്കുന്ന ഗതാഗതക്കുരുക്ക്. നമുക്കറിയാം, കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള പ്രമുഖരായ ആളുകളാണ് കേരളം എപ്പോഴും ഭരിക്കാറ്. മുഖ്യമന്ത്രിമാർ പലരും വന്നു, വളരെ ശക്തരായ KPCC പ്രസിഡന്റുമാർ വന്നു, പാർട്ടി സെക്രട്ടറിമാർ വന്നു, ഇത് റൂളിംഗ് പാർട്ടികളുടെയൊക്കെ. പക്ഷേ നമ്മുടെ കുരുക്ക് മാത്രം അഴിയുന്നില്ല. ഒരു സോഡാ കുപ്പിയുടെ കഴുത്തിനുള്ളിലൂടെ കടന്നു പോകുന്നത് പോലെയാണ് ഇവിടെ മനുഷ്യർ കടന്നു പോകുന്നത്. സാമ്പത്തിക നഷ്ടം, അതുകൂടാതെ ഇന്ധന നഷ്ടം, അതുകൂടാതെയുള്ള മാനസിക പിരിമുറുക്കം. കണ്ണൂരിൽ സഞ്ചരിക്കുന്ന മനുഷ്യന്മാർക്ക് കുറച്ച് കഴിഞ്ഞ് ചെറിയ വട്ട് പിടിക്കുമോ എന്ന് സംശയിക്കും. അത്ര ദുരിതമാണ് ഈ യാത്ര. ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ കഴിയാതെ ഇങ്ങനെ പതറിപ്പോകുന്ന മനുഷ്യർ, ആശുപത്രിയിൽ കൃത്യമായിട്ട് എത്താൻ പറ്റാത്ത രോഗികൾ, പരീക്ഷയ്ക്ക് കൃത്യമായി എത്തിപ്പെടാൻ പറ്റാത്ത കുട്ടികൾ, അങ്ങനെ സർവ്വ മേഖലയിലും മനുഷ്യന് ദുരിതം നൽകുന്ന ഈ കുരുക്ക് എങ്ങനെ അഴിക്കാൻ പറ്റും? ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടേ ഇരിക്കുക കാലാകാലമായിട്ട്. പിന്നെയും ചർച്ച ചെയ്യുന്നത് ജനങ്ങൾ ഇത് അനുഭവിക്കുന്നത് കാണുമ്പോൾ നേർരകയ്ക്ക് ഇത് ചർച്ച ചെയ്യാനേ സ്ഥിരം ചർച്ച ചെയ്യേണ്ടി വരുന്നു. ഇത്തവണയും നമ്മൾ ചർച്ച ചെയ്യുകയാണ്. കണ്ണൂരിൻ്റെ ഡെപ്യൂട്ടി മേയർ KP താഹിർ നമ്മോടൊപ്പം പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കണ്ണൂർ കോർപ്പറേഷനിലെ പ്രതിപക്ഷ നേതാവ് എന്ന് നമുക്ക് സാങ്കേതികമായി പറയാൻ പറ്റില്ലെങ്കിലും ആ റോളിൽ കൗൺസിൽ പാർട്ടി ലീഡറായ VK പ്രകാശിനി ടീച്ചർ, അതുപോലെ BJPയുടെ ദേശീയ കൗൺസിൽ അംഗം C രഘുനാഥ്, 3 പ്രമുഖരാണ് നമ്മോടൊപ്പം ചർച്ചയിൽ പങ്കെടുക്കുന്നത്. അവരോടൊന്ന് ചോദിക്കാം. അവരെ അറിയാം, പ്രേക്ഷകർക്കും ഒപ്പം നേതാക്കൾക്കും. മുൻ UDFന്റെ കോർപ്പറേഷൻ ചെയർമാനായി അത് പറയാം, അത് നമുക്ക് പറയണം. ഓക്കെ, നിങ്ങൾ 3 പേർക്കും നേർരകയിലേക്ക് സ്വാഗതം. ഡെപ്യൂട്ടി മേയർ എന്ന നിലക്ക് ഇപ്പോൾ ഭരണം UDFന്റെ കയ്യിലാണല്ലോ. മാത്രമല്ല പൊതുമരാമത്ത് വകുപ്പും നിങ്ങളുടെ കയ്യിലാണ്. നല്ല യങ്ങായിട്ടുള്ള ആളുകളാണ് അതിനെ കൈകാര്യം ചെയ്യുന്നത്. എന്താണ് താഹിർ, നമ്മുടെ വളരെ സാധാരണക്കാരൻ ചോദിക്കുമ്പോൾ ചോദിക്കാം, എന്തേ നമ്മൾ ഇങ്ങനെ, എന്തേ ഈ കുരുക്ക് അഴിയാത്തത്? ഇതേ ചോദ്യമാണ് ഞാനും നമസ്കാരം അങ്ങോട്ട് ചോദിക്കുന്നത്. ഇതില് ഒരു ദീർഘവീക്ഷണമില്ലാത്ത പ്രൊജക്റ്റ് കൊണ്ടുവരുന്നുണ്ടാണ് ഇത്ര കുറുക്ക് വരുന്നത്. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ കണ്ണൂരാണ് കേരളത്തിലെ ഏറ്റവും കുരുക്കുള്ളൊരു പട്ടണം കണ്ണൂരാണ്. അതിൽ യാതൊരു സംശയമില്ല. ഇപ്പോൾ നമ്മൾ മേൽപ്പാലം മേലെ ചോക്ക് വന്ന് അത് നേരത്തെ അണ്ടർപാസ് ആയിരുന്നു വന്നത്. അത് അവസാനം പണിയെടുക്കുന്ന സമയത്ത് മമ്മട്ടി വെച്ച് നോക്കുമ്പോഴാണ് അടിയിൽ പൈപ്പുള്ളത് അറിയുന്നത്. അത്ര പോലും ബോധമില്ലേ നമുക്ക്? KWന്റെ പൈപ്പ് അടിയിലുണ്ട് എന്ന് ഈ പണിയെടുക്കുമ്പോൾ ഇന്ത്യക്കാരാണ് പറയുന്നത്. ശബ്ദം കേൾക്കുന്നുണ്ട്, അടിയിൽ പൈപ്പ് ഉണ്ട് എന്ന് പറഞ്ഞാല് അതിന്റെ DPR തയ്യാറാക്കി അതിന്റെ എല്ലാം സ്റ്റെബിലിറ്റി ഒക്കെ നോക്കിയതിന് ശേഷമാണ് ഇപ്പാട് പടുക്കൊടുമ്പോഴാണ് അടിയിൽ പഴശ്ശി പദ്ധതിയുടെ പൈപ്പ് പോകുന്നറിയുന്നത്. ഇങ്ങനെയാണ് ആ പദ്ധതി മാറ്റി പിന്നെ മേൽപ്പാലാക്കി. മേൽപ്പാലം വന്നു, അതിന്റെ വർക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വല്ലാത്ത കുരുക്കാണ്. ഇപ്പം ചുവക്കുന്ന കുരുക്ക് അതിന്റെ ഒരു പ്രധാന കാരണം അതാണ്. അതിന്റെ അലൈൻമെന്റ് എന്താണ്, അതിന്റെ കൺസ്ട്രക്ഷൻ കമ്പനിക്ക് പോലും അറിയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഇപ്പം മേലെ ചുവക്കൊക്കെ കയറുന്ന സ്ഥലത്താണ് ആ പാലം കൊണ്ട് അവസാനിക്കുന്നത്. അവിടുന്ന് കയറി ഇറങ്ങുന്നത് എവിടെയാണ്? ഞാനൊരു ഡെപ്യൂട്ടി മരുന്നിലൊക്കെ എനിക്കും അറിയില്ല എന്താണ് അതിന്റെ പദ്ധതി എന്ന്. വർക്ക് ഇങ്ങനെ നടക്കുന്നുണ്ടോ, രാവിലെയും വൈകുന്നേരം ബ്ലോക്കാണ് റോഡ്. ഇപ്പം ആളുകൾക്ക് പോകാനും വേണ്ടി ഒരു റോഡാക്കിയെങ്കിലും അത് ഇതുവരെ ടാർ ചെയ്ത് ഗതാഗത യോഗ്യമാക്കിയല്ല. ആളുകൾക്ക് നടന്നു പോകാനാൾക്ക് വാഹനം പോകുമ്പോൾ ചളിതിരിക്കുന്ന പ്രശ്നം, നിരന്തരമായ പരാതികൾ കോർപ്പറേഷനകത്ത് വരികയാണ്. കഴിഞ്ഞ ദിവസം MLA ആ സ്ഥലം സന്ദർശിച്ചു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ അപ്പം വന്ന വാർത്ത എന്നാൽ പദ്ധതി നിർത്തിവെക്കാനല്ല. ഇപ്പോൾ ഒരു പദ്ധതി ജനങ്ങളെ പൈസക്കാണ് ഇത്രയും, നമ്മളെ നികുതി ആണല്ലോ ചെലവ് ചെയ്യുന്നത്. ഒരു പദ്ധതി പെടുന്നതിനെ നിർത്തിവെക്കുന്നതിനോട് മുസ്ലിം ലീഗിനോ കോർപ്പറേഷൻ യോജിപ്പില്ല. പക്ഷെ അത് ഉപകാരപ്രദമാകുന്ന രീതിയിലാണ്. MLA നിർത്തിവെക്കും എന്ന് പറഞ്ഞോ? അങ്ങനെ പറഞ്ഞത് വാർത്ത കേട്ടാണ് MLA അങ്ങനെ പറഞ്ഞിട്ട് നിഷേധിച്ചല്ലോ. അങ്ങനെ നിർത്തിവെക്കാം. ആരുടെ ദീർഘവീക്ഷണമില്ലായ്മയാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണം? അതായത് ആ കാലത്ത് ഭരിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ LDF സർക്കാരിന്റെ, കഴിഞ്ഞ LDF സർക്കാരിന്റെ, അത് ഒരു താഴെ കൂടി ഒരു പൈപ്പ് പോകുന്നത്, തൊട്ടടുത്ത് വലിയ വാട്ടർ ടാങ്ക് ഉണ്ടായിട്ടും താഴെയിലൂടെ ഒരു പൈപ്പ് പോകുന്നത് കണ്ടെത്താൻ കഴിയാത്ത. അതെ, അണ്ടർപാസ് എന്നല്ലേ പറഞ്ഞു. ആദ്യം അണ്ടർപാസ് എന്നാണല്ലോ പറഞ്ഞത്. ആ അണ്ടർപാസ് മാറ്റിയാണ് പിന്നെ മേൽപ്പാലാക്കുന്നത്. അത് പെടുന്നനവ മേൽപ്പാലാക്കി. ആ മേൽപ്പാലത്തിന്റെ അലൈൻമെന്റ് എന്താണെന്ന് അറിഞ്ഞില്ല. അത് തുടങ്ങുന്നത് നിങ്ങൾക്ക് തന്നെ അറിയാം. ഇപ്പൊ വരുന്ന മേൽപ്പാലം എങ്ങനെയാണ് വാഹനം വരിക, ആർക്കൊരു കൃത്യതയില്ല.
അതിന്റെ കൺസ്ട്രക്ഷൻ കമ്പനിക്കാർ പോലും. ഇപ്പം ഇന്ന് രാവിലെ തന്നെ ട്രാഫിക് എസ് ഐ വിളിച്ചിരുന്നു കണ്ണൂര്. അപ്പൊ നമുക്ക് ഇരിക്കണം, ഈ മഴക്കാലത്ത് എന്തെങ്കിലും ചെയ്യാം. ഞാൻ നമ്മളിരുന്നോണ്ട് ട്രാഫിക് ജാമ് പോകില്ലല്ലോ, ഇതൊരു പരിഹാരം കാണണ്ടേ. അദ്ദേഹം ഒരു താൽക്കാലിക സംവിധാനമൊക്കെ പറഞ്ഞ് ആ ബസ് സ്റ്റോപ്പ് ഇപ്പുറത്തേക്ക് വരണം, ഈ ബസ് സ്റ്റോപ്പ് ഇപ്പുറത്തേക്ക്. നമുക്ക് താൽക്കാലിക പരിഹാരമല്ല കണ്ണൂർ പട്ടണത്തിൽ വേണ്ടത്. കണ്ണൂർ പട്ടണത്തിൽ ഓരോ കച്ചവടക്കാരും പറയുന്നത് കണ്ണൂർ കച്ചവടമില്ല. കാരണം ഒന്ന്, വാഹനം കടന്നു വരാൻ കഴിയുന്നില്ല. വലിയ സ്ഥാപനങ്ങൾ കച്ചവടമില്ല, നാൾക്ക് നാൾ കച്ചവടം കുറഞ്ഞു വരികയാണ്. മൊത്തത്തിൽ കണ്ണൂരിൽ സ്തംഭിക്കുകയാണ് ഈ ഒരു വിഷയം. ഇതിനൊരു പരിഹാരം കണ്ടില്ലെങ്കിൽ കണ്ണൂർ പട്ടണത്തിലേക്ക് ആളുകൾ വരാത്ത അവസ്ഥ, സാഹചര്യം ഉണ്ടാവും. ആ അവസ്ഥ അത് വലിയ പ്രതിസന്ധി അല്ലേ? വലിയ പ്രതിഷേധവും പ്രയാസമാണ്. ജനങ്ങൾ ഇപ്പൊ എന്താന്ന് പറഞ്ഞാൽ ഇപ്പം ജനങ്ങൾ പഴയ പോലെ വയലന്റായി പ്രതിഷേധിക്കലില്ല. ജനങ്ങൾ തെരഞ്ഞെടുപ്പ് ഇങ്ങനെ പോയാൽ കുറെ കഴിഞ്ഞാൽ നമുക്കും കിട്ടും. ജനങ്ങൾ അതാണ് ചെയ്യുന്നത്. തിരിച്ചു വരാം. വി കെ പ്രകാശിനി, ഒരു സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്ന പണിയല്ല മേലെ ചൊവ്വ പാലത്തിന്റെ കാര്യത്തിൽ ഉണ്ടായത്. അണ്ടർപാസ് തീരുമാനിക്കുന്നു. ഇത്ര വലിയൊരു ജലവൈദ്യുത പദ്ധതിയുടെ ഏറ്റവും വലിയ കാഴ്ച അവിടെയുണ്ട്. വലിയൊരു വാട്ടർ ടാങ്ക് ഉണ്ട്. ഈ വാട്ടർ ടാങ്കിൽ നിന്ന് വെള്ളം എന്തായാലും അങ്ങോട്ട് പോകുന്നുണ്ടാവുമല്ലോ, അതുപോലും മനസ്സിലാക്കാൻ കഴിയാത്ത അത്ര ദുർബലമാണോ, കാഴ്ചപ്പാടില്ലാത്തവരാണോ കഴിഞ്ഞ ഇടതു സർക്കാർ എന്ന് ചോദിച്ചാൽ എന്തു പറയാൻ പറ്റും? ഇവിടെ നമ്മള് കണ്ണൂരിന്റെ ഗതാഗത കുരുക്കിനെ കുറിച്ചാണ് നേർവേദിയിൽ ഇത്തരം പരിപാടി ഇവിടെ നടത്താൻ വേണ്ടി തീരുമാനിച്ചത്. അപ്പോ കണ്ണൂർ എന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയാ ഏറ്റവും തിരക്കേറിയ ഒരു നഗരമാണ്. സമീപകാലത്ത് അന്താരാഷ്ട്ര അല്ലെങ്കിൽ ഇന്റർനാഷണൽ എയർപോർട്ടും കൂടി വന്നതോടുകൂടി, കണ്ണൂർ വിമാനത്താവളം കൂടി വന്നതോടുകൂടി, അതുപോലെ തന്നെ ഈ പറയുന്ന അഴീക്കോട് ഈ തുറമുഖം കൂടി യാഥാർത്ഥ്യമാകുന്നതോടുകൂടി കണ്ണൂര് വലിയ തിരക്കേറിയ ഒരു നഗരമായി മാറും. അതുപോലെ തന്നെ നമ്മുടെ ആസ്ഥാനം, ജില്ലയുടെ ആസ്ഥാനം കണ്ണൂരാണ്. ദീർഘകാലം കണ്ണൂരിന്റെ ഭരണാധികാരികൾ, അത് കണ്ണൂരിന്റെ പഴയ മുനിസിപ്പാലിറ്റി ആയിക്കോട്ടെ, അതോടൊപ്പം തന്നെ കണ്ണൂരിന്റെ MP ആയിക്കോട്ടെ, കണ്ണൂരിന്റെ MLA ആയിക്കോട്ടെ, എത്രയും കൂടുതൽ കാലം ഭരിച്ചത് ഇവിടെ UDFന്റെ നേതൃത്വത്തിലുള്ള ഭരണ സംവിധാനമാണ്. ഞങ്ങൾക്ക് ഒറ്റത്തവണയാണ് കോർപ്പറേഷനായിട്ട് ആദ്യം ഒരു തവണയാണ് കിട്ടിയത്. പിന്നെ കഴിഞ്ഞ 10 വർഷക്കാലമാണ് LDFന് കണ്ണൂർ നിയമസഭാ മണ്ഡലം കിട്ടുന്നത്. ആ 10 വർഷക്കാലം ഞങ്ങൾക്ക് ഭരണം കിട്ടിയപ്പോൾ കണ്ണൂരിന്റെ ഗതാഗത കുരുക്ക് ഗൗരവമായ ഒരു ചർച്ചാ വിഷയമായി. അതിനു മുമ്പ് ഇത്രയും കാലം പാർലമെന്റും മണ്ഡലവും അതുപോലെ തന്നെ നിയമസഭാ മണ്ഡലവും കണ്ണൂർ മുനിസിപ്പാലിറ്റിയും ഒക്കെ ഉണ്ടായിരുന്ന ഭരിച്ച ആളുകൾ കണ്ണൂരിന്റെ ഗതാഗത ശാശ്വതമായ പരിഹാരം കാണാൻ എന്ത് നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത്? ഞങ്ങൾ ഈ വിഷയം ഗൗരവമായി ചർച്ച ചെയ്തു. അപ്പൊ കണ്ണൂരിന്റെ ഗതാഗത കുരുക്ക് കഴിക്കാൻ ശാസ്ത്രീയമായ ഒട്ടേറെ സംവിധാനങ്ങൾ വേണം. അത് പുതിയ റോഡുകൾ വേണം, നിലവിലുള്ള റോഡുകൾ വീതി കൂട്ടണം, ബൈപ്പാസുകൾ വേണം, ഫ്ലൈ ഓവറുകൾ വേണം, അണ്ടർപാസ് വേണം. ഇതൊക്കെ പല ശാസ്ത്രീയമായ പഠനം, നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പല സംഘടനകളും നടത്തിയ പഠന റിപ്പോർട്ടുകളുണ്ട്. അപ്പൊ അതിലെല്ലാം പറഞ്ഞിട്ടുള്ളത്, ഇപ്പോ ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി മേയർ ഇവിടെ കണ്ണൂരിന്റെ ഗതാഗത കുരുക്കിന് ഒറ്റ കാരണം മേലെ ചുമയിലെ അണ്ടർപാസ് മാറ്റി ഫ്ലൈ ഓവർ ആക്കിയതാണ് എന്നുള്ളത്. കണ്ണൂരിന്റെ ഈ പുതിയതെരു മുതൽ ഇങ്ങോട്ടുള്ള ഭാഗം ബഹുമാനപ്പെട്ട അവതാരകർ തുടക്കം മുതലേ സൂചിപ്പിച്ചു, അവിടെ വളർന്ന മുതൽ ഇങ്ങോട്ടുള്ള. അപ്പം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട 1 മിനിറ്റിൽ ധാരാളം വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു ഏരിയ ആണ് നമ്മുടെ AKG അവിടെ നിന്നിട്ടുള്ള ഭാഗങ്ങളിൽ. അതുപോലെ തന്നെ നമ്മുടെ കാൾടെക്സ്, ഇവിടങ്ങളെല്ലാം രൂക്ഷമായ ഗതാഗത കുരുക്കുണ്ട്. ഇതിനെല്ലാം ശാശ്വതമായ പരിഹാരം കാണണമെന്ന രീതിയിൽ ഞങ്ങൾ അത് സംബന്ധിച്ച് ഗൗരവമായ പഠനങ്ങൾ നടത്തുകയും അതിൽ പ്രധാനമായും കണ്ണൂരിലെ റോഡുകളെല്ലാം ഇടങ്ങിയതാണ്. വാഹനങ്ങൾ വർദ്ധിച്ചു വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ NH തന്നെ ധാരാളം ഷോപ്പിംഗ് മാളുകൾ വരുന്നുണ്ട്. ആളുകൾ ആസ്ഥാനം എന്ന രീതിയിലേക്കും കടന്നു വരുന്നതും മറ്റാവശ്യങ്ങൾക്കും കണ്ണൂർ പട്ടണത്തിലേക്കാണ് ജനങ്ങൾ മുഴുവൻ വരുന്നത്. അപ്പൊ അവരുടെ എല്ലാം വാഹനങ്ങളുടെ എണ്ണവും കൂടി അവരെല്ലാം ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ ഒരു റോഡ് കണക്ടിവിറ്റി അത്ര ആയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഈ രീതിയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണം, ശാശ്വതമായ ഒരു പരിഹാരം വേണം എന്നുള്ളത് കൊണ്ടാണ് NH-66 ഭാഗമായിട്ടുള്ള ബൈപ്പാസ് നിർമ്മാണത്തിന് സർക്കാർ അനുമതി കൊടുക്കുന്നു. അതിന്റെ പ്രവർത്തനങ്ങൾ ഇപ്പം 70-80% പൂർത്തിയായി വരികയാണ്. ആ രീതിയിലും അതോടൊപ്പം തന്നെ ഈ നിലവിലുള്ള റോഡുകൾ വീതി കൂട്ടി. അപ്പൊ അതില് ഏറ്റവും പ്രധാനമായി 3 പദ്ധതികൾ. ഒന്ന്, 11 റോഡുകളെ കണ്ണൂരിലെ പ്രധാനപ്പെട്ട 11 റോഡുകളുടെ വീതി കൂട്ടി നടപ്പാത ഉണ്ടാക്കി ലൈറ്റ് സംവിധാനങ്ങൾ വെച്ചുകൊണ്ട സിറ്റി റോഡ് ഇംപ്രൂവ്മെന്റ് പദ്ധതി കൊണ്ടുവന്നു ഇവിടെ.
അപ്പൊ അതിന്റെ 3 റോഡിന്റെ പണി പൂർണ്ണമായും പൂർത്തിയാക്കിയിട്ടുണ്ട്. അപ്പം അത് ഇടുങ്ങിയ റോഡുകൾ കുറച്ചുകൂടി സുഗമമായ ഗതാഗതത്തിനും കാൽനടക്കും ഒക്കെയുള്ള രീതിയിൽ വികസിപ്പിക്കുക എന്നതിന്റെ ഭാഗമായിട്ടാണ് കണ്ണൂർ പട്ടണവുമായി ബന്ധപ്പെട്ട 11 റോഡുകളുടെ വികസിപ്പിക്കുന്ന പദ്ധതിയാണ് സിറ്റി റോഡ് ഇംപ്രൂവ്മെന്റ് പദ്ധതി. ആ സിറ്റി റോഡ് ഇംപ്രൂവ്മെന്റ് പദ്ധതി ഇവിടെ കൊണ്ടുവരുമ്പോൾ എന്തുമാത്രം പ്രശ്നങ്ങൾ ഇതിനകത്ത് 50ഓളം കേസുകൾ സിറ്റി റോഡ് ഇംപ്രൂവ്മെന്റ് പദ്ധതിയുടെ ഭാഗമായി പള്ളിക്കുന്നിലുണ്ടായിരുന്നു, സിറ്റി ഭാഗത്തുണ്ടായിരുന്നു. അതിനൊക്കെ നേതൃത്വം കൊടുത്തത് പഴയ UDF കൗൺസിലർമാരും UDFന്റെ ഭരണ സംവിധാനം. വികസന മുരടിപ്പിന് കാരണം UDF ആണെന്നാണ് പ്രകാശ് പറയുന്നത്. തീർച്ചയായും ഈ കണ്ണൂരിന്റെ വികസന മുരടിപ്പിന് ഈ LDFന്റെ പദ്ധതികൾക്കെല്ലാം മുടക്ക് വെക്കുക എന്ന രീതിയിൽ കണ്ണൂരിന്റെ വികസന സ്വപ്നങ്ങളെ മുഴുവൻ തകർത്ത് കളഞ്ഞു കഴിഞ്ഞ 3 വർഷം. പദ്ധതികളുണ്ട്. ഒന്ന് ഈ പറയുന്ന ഫ്ലൈ ഓവർ, തെക്കി ബസാർ ഫ്ലൈ ഓവർ, അവിടുന്ന് കിംസ് ഹോസ്പിറ്റൽ, ദേശീയപാത 66 കിംസ് ഹോസ്പിറ്റൽ സ്റ്റാർട്ട് ചെയ്ത് ചേംബർ ഹാൾ വരെ എത്തുന്ന ആ രീതിയിലുള്ള ഒരു ഫ്ലൈ ഓവർ. അതുപോലെ തന്നെ മേലെ ചുവയിൽ ഞങ്ങൾ ആദ്യം നിർദ്ദേശിച്ച എത്ര ഫ്ലൈ ഓവർ നമ്മൾ വിഭാവനം ചെയ്യുന്നുണ്ടോ? AKG ഹോസ്പിറ്റൽ ജംഗ്ഷനിൽ വരണം, പ്ലാസ ജംഗ്ഷനിൽ വരണം, ഇവിടെ വരണം. എല്ലാവർക്കും എല്ലാ സ്വപ്നങ്ങളും മാത്രമാണ്. എല്ലാ പ്രധാന നഗരങ്ങളും നിങ്ങൾ നോക്കൂ, നിരവധി ഫ്ലൈ ഓവർ ഉണ്ട്. പക്ഷെ ഒന്ന് യാഥാർത്ഥ്യമാകുന്നില്ല. യാഥാർത്ഥ്യമാകാതിരിക്കാൻ നിങ്ങൾ നമുക്ക് കഴിഞ്ഞില്ല. അത് മാത്രമൊന്നുമില്ല. കാരണം പൈപ്പിന്റെ കാര്യമൊക്കെ അറിയാഞ്ഞിട്ടല്ല, എത്ര ലാഘവത്തോടു കൂടിയാണ് അതിലേക്ക് പരിഹാസം. ഒന്ന് പദ്ധതി നമ്മൾ നോക്കൂ, ഏറ്റവും പ്രധാനപ്പെട്ട ലൈനിൽ പോകുമ്പോൾ നമുക്ക് ആ പദ്ധതിയുടെ നടത്തിപ്പുമായി പോകുമ്പോൾ കുറെ ദിവസങ്ങൾ കുടിവെള്ളം മുടങ്ങുന്ന പ്രശ്നമൊക്കെ വരും. അതുപോലെ തന്നെ സാങ്കേതികമായ ഒട്ടനവധി വിഷയങ്ങൾ അതിന്റെ ഭാഗത്തുണ്ട്. എത്ര കേസുകൾ മേലച്ചുവയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഒരു കേസ് കോടതിയിൽ വരുമ്പോ അത് തീർപ്പാകുന്നതുവരെ ആ പദ്ധതി നീണ്ടു പോകും. ഇത് തന്നെയാണ് കണ്ണൂർ 80ഓളം കേസുകളുണ്ട് ഈ സൗത്ത് ബസാറിലെ. തിരിച്ചു വരാം. ശ്രീ രഘുനാഥ്, താങ്കളെ പരിചയപ്പെടുത്തുമ്പോൾ താഹിർ ഇടക്ക് കയറിയിട്ട് പറഞ്ഞത് UDFന്റെ പഴയ കൺവീനറാണ്. BJP കേന്ദ്രം ഭരിക്കുന്ന ശക്തനായ ഒരു പ്രസ്ഥാനത്തിന്റെ ഏറ്റവും കണ്ണൂരിലെ തന്നെ ഏറ്റവും സ്വാധീനമുള്ള ഒരു ലീഡറാണ്. ഞാൻ ഇയാളെ തെരഞ്ഞെടുപ്പിനെ നിയന്ത്രിച്ചത് കോർപ്പറേഷന്റെ. ഞാൻ ഇയാളാണ് തെരഞ്ഞെടുപ്പിനെ നിയന്ത്രിച്ചത് 2020 കോർപ്പറേഷന്റെ. പഴയ കഥയല്ലേ അതൊക്കെ പഴയ കഥയാണ്. ഇപ്പൊ പുതിയ കഥയിൽ പാർട്ടിയിൽ BJPയിൽ ഏറ്റവും സ്വാധീനമുള്ള നേതാക്കളുള്ള ഒരാളാണ്. ഒരുപക്ഷെ പ്രൈം മിനിസ്റ്ററായിട്ട് വരെ നേരിട്ട് ബന്ധമുള്ള ഒരാളാണ്. കണ്ണൂരുകാരൻ എന്ന നിലക്ക് ഇത് ദേശീയപാത കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന ഒരു സംവിധാനമാണ്. ശ്രീ രഘുനാഥ്, താങ്കൾക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ കണ്ണൂരിൽ ജനിച്ചു വളർന്ന ഒരാളാണ്. ഞാൻ 50 വർഷക്കാലം മുന്നേ കാണുന്ന അതേ റോഡ് സൗകര്യത്തിൽ കൂടുതൽ ഇതുവരെ ഭരിച്ചവർക്കൊന്നും ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പം ഞാൻ എപ്പോഴും പറയുന്ന ഇച്ഛാശക്തിയുള്ള ഒരു ഭരണ സംവിധാനം, അതിന് നേതൃത്വം കൊടുക്കുന്ന കോർപ്പറേഷനായാലും കൗൺസിലായാലും അതുണ്ടാകണമെന്നാണ് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത്. കണ്ണൂരിൽ ഇപ്പം ഗതാഗതക്കുരുക്ക് ഒരു രാത്രി കൊണ്ട് തീർക്കാൻ പറ്റുന്നതല്ല. 50 വർഷക്കാലം മുന്നേയുള്ള റോഡുകളും വരുന്ന 25 വർഷക്കാലത്തെ വരാനുള്ള വാഹനങ്ങളും കണ്ണൂരിലുണ്ട്. 50 വർഷത്തെ റോഡുകളാണ്, പഴയ റോഡാണ് ഇവിടെ ഉള്ളത്. മുന്നേയുള്ള റോഡുകൾ ഒരു 25 വർഷം കഴിഞ്ഞുള്ള വാഹനങ്ങൾ. ഇപ്പോൾ തന്നെ നമുക്കറിയാം, ഒരു വീട്ടിൽ 3 വാഹനങ്ങൾ. ഇതിനൊക്കെ അനുസരിച്ച ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ റോഡ് സൗകര്യം നമുക്കുണ്ടായിട്ടില്ല. ഒന്ന്, ഇതിന് വേണ്ടുന്നത് ഭാവനാശക്തിയുള്ള ഇച്ഛാശക്തിയുള്ള ഭരണ സംവിധാനം കോർപ്പറേഷനിലായാലും സംസ്ഥാനത്തായാലും ഉണ്ടാകണം. 10 വർഷക്കാലം ഇടതുപക്ഷത്തിൻ്റെ കാലത്താണ് ഈ പറഞ്ഞ പദ്ധതികളൊക്കെ കൊണ്ടുവന്നത്. അതെവിടെ എത്തിയെന്ന് നമുക്കറിയാം. എന്തുകൊണ്ട് എത്തിയില്ല എന്ന് പറഞ്ഞാൽ അതിനകത്ത് വേണ്ടത്ര രീതിയിലുള്ള പഠനം നടത്താതെയാണ്. ഞാൻ പറയാം, ഇപ്പോഴും ഇവർ പറഞ്ഞ AKG ആശുപത്രിയില്ല, AKG ആശുപത്രിയല്ല, ജിമാളിന്റെ മുന്നിൽ നിന്ന് ആരംഭിച്ച് കാൽടെക്സിന് അടുത്തെത്തുന്ന ഏകദേശം 100-120 ഇപ്പുറത്ത് വെച്ചാണ് അടുത്ത് വെച്ചാണ്. അതെ, പഴയ എന്താ പറയുക, ജിമാളിനടുത്ത് ആരംഭിച്ച് വരുന്നത് ഇവിടെ നമ്മുടെ കോഫി ഹൗസിൻ്റെ അടുത്തേക്ക് വന്ന് അവസാനിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് അത് എനിക്ക് മനസ്സിലായില്ല. ഞങ്ങളൊക്കെ ഭാവനയിൽ കണ്ടത് പള്ളിക്കുന്ന് നിന്ന് ആരംഭിച്ച്, പള്ളിക്കുന്ന് കയറ്റത്ത് നിന്ന് ആരംഭിച്ച് കാൽടെക്സിൽ വന്ന് അവസാനിപ്പിക്കുന്ന രീതി. അവിടുന്ന് അതൊക്കെ അവിടുന്ന് ആരംഭിച്ച് കാൽടെക്സിനോ അല്ലെങ്കിൽ കുറച്ചുകൂടെ ഇങ്ങോട്ട് വന്നിട്ട് അവസാനിക്കുന്ന രീതിയിലായിരുന്നു ഞങ്ങളുടെയൊക്കെ ചേംബർ. അവിടെയാണ് അവസാനിക്കുന്ന രീതിയിൽ. പക്ഷെ പദ്ധതി വരുമ്പോൾ പലപ്പോഴും ഉണ്ടാകുന്നത് ആ ഉദ്ദേശിച്ച രീതിയിൽ കാര്യങ്ങൾ നടക്കുന്നില്ല. ഇപ്പം ധർമ്മസമാജ സ്കൂളിൽ നിന്ന് ആരംഭിച്ച് നന്ദില്ലത്തിൽ അവസാനിക്കുകയാണ്. ഏകദേശം 100-120 മീറ്റർ ഉണ്ടാവുക. അതുകൊണ്ട് എന്താ കാര്യം എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഞങ്ങൾ പറയുന്നത് അവിടെ നിന്ന് ആരംഭിച്ച് താഴെ ചൊവ്വയിൽ ബൈപ്പാസിൻ്റെ അവിടെ എത്തുന്ന രീതിയിൽ
അത് അലൈൻമെന്റ് മാറേണ്ട സെക്ര മാളിൻ്റെ അടുത്തെങ്കിലും, അല്ലെങ്കിൽ ക്രോസ് ചെയ്തിട്ട് അപ്പുറം എത്തുന്ന രീതിയിൽ അതൊരു ബൈപ്പാസ് ആയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ പറയുന്ന ഫ്ലൈ ഓവർ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഗതാഗത കുരുക്ക് നമുക്ക് അഴിക്കാൻ പറ്റുമായിരുന്നു. ഇപ്പം നമുക്ക് അധികാരികളോട് പറയാനുള്ളത്, ഇപ്പം താഹിറിനെ പോലെയുള്ള ആളുകളുണ്ടല്ലോ, അനധികൃത പാർക്കിംഗ് എല്ലാ പട്ടണങ്ങളും അനധികൃത പാർക്കിംഗ് നീക്കം ചെയ്യാൻ ടോ അവേ സോൺ എന്ന് പറഞ്ഞിട്ട് തന്നെയുണ്ട്. നിങ്ങൾ അവിടെ പാർക്ക് ചെയ്താൽ അത് എടുത്തുകൊണ്ട് അവിടെ വെച്ച് നിങ്ങൾ 5,000 10,000 ഫൈൻ ചുമത്തിയാൽ മാത്രമേ വണ്ടി വിട്ടു കൊടുക്കൂ. എന്തുകൊണ്ട് അത് നിങ്ങൾക്ക് ആലോചിച്ചുകൂടാ? അലൈൻമെൻറ്റ് മാറ്റണം. ഇവിടെ ബസ് ഷെൽട്ടറിൻ്റെ അലൈൻമെൻറ്റ്, ബസ് ഷെൽട്ടറൊക്കെ ഏത് ബസ് ഷെൽട്ടറിലാണ് ബസ് നിർത്തുന്നത്? ട്രാഫിക് രംഗത്ത് തന്നെ പരിഷ്കരണം അത്യാവശ്യമാണ്. അനധികൃത പാർക്കിംഗ്, ഓട്ടോ തൊഴിലാളികളുടെ പാർക്കിംഗ് എല്ലാം അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പാർക്ക് ചെയ്തു. ഇതൊക്കെ ഭരണാധികാരികൾ, ഇച്ഛാശക്തിയുള്ള ഭരണാധികാരികൾ കോർപ്പറേഷൻ പോലീസുമായി ചേർന്ന് ഇതൊക്കെ നടപ്പാക്കിയാൽ നമുക്ക്. കോർപ്പറേഷൻ ഭരിക്കുന്നവരും വേണ്ടത്ര ജാഗ്രതയില്ല, അവർക്കും രണ്ടുപേരും അങ്ങനെയാണ്. രണ്ടുപേരും കണക്കാണ്. താഹിർജി, എന്തിനാ കേസ് കൊടുത്ത ആളെ ബുദ്ധിമുട്ടി? നിങ്ങൾക്ക് കേസുകളൊക്കെ തീർത്ത് ഭരണ പ്രതിപക്ഷ കക്ഷികൾ ഒരുമിച്ച് നിന്ന് രാഷ്ട്രീയം മറന്ന് നിന്നാൽ ഇതെല്ലാം നടക്കൂലേ? എല്ലാം രാഷ്ട്രീയമാണോ ഇതിൽ? ടീച്ചർ പിന്നെ ഒരു പൊതുയോഗം നിലക്ക് ടീച്ചർ പറഞ്ഞതായിരിക്കും. പെട്ടെന്ന് സംസാരം തുടങ്ങിയപ്പോൾ ഈ ചാനൽ ചർച്ച മറന്നുപോയതായിരിക്കും. എല്ലാത്തിനും UDF എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം. പറഞ്ഞു വരുന്നത് ഇപ്പോ രഘുവാട്ടം പറഞ്ഞ പോലെ ഈ അലൈൻമെന്റിന്റെ തകരാറ്. ഇപ്പോ ഈ കാൾടെക്സിന്റെ തെക്കി ബസാറിലെ മേൽപ്പാലം അത് നേരത്തെ തീരുമാനിച്ചത് പത്രത്തിൽ വന്നതും കുറെ അപ്പുറത്തായിരുന്നു. ഇപ്പൊ ഡെപ്യൂട്ടി മേയർ എന്ന് പറയുന്നത് ഗവൺമെന്റും കോർപ്പറേഷനും കൂടി തീരുമാനിച്ച ഇപ്പം നടപ്പിൽ പെൻഡിങ് നിൽക്കുന്ന എത്ര മേൽപ്പാലങ്ങൾ നഗരത്തിലുണ്ട് ഒന്ന് പറഞ്ഞു. മേലെ ചൊവ്വ അത് എവിടെ തുടങ്ങി എവിടെ അവസാനിക്കും അറിയില്ല. ഡെപ്യൂട്ടി മേയർക്ക് അറിയില്ല, കോർപ്പറേഷൻ കൺസ്ട്രക്ഷൻ കമ്പനിക്കാർക്ക് അറിയില്ല. അവരിങ്ങനെ വർക്ക് ചോദിക്കേ നമ്മളത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരോട് ചോദിച്ചു. അത് എല്ലാ താഹിർ ഭായി നിങ്ങൾ ഡെപ്യൂട്ടി മേയറാണ്, KP താഹിർ അല്ല. അല്ലാതെ കോർപ്പറേഷന്റെ പ്രൊജക്ട് കഴിഞ്ഞ ദിവസം കോർപ്പറേഷന്റെ പ്രൊജക്ട് നിങ്ങൾ പറഞ്ഞല്ലോ അറിയില്ല. ഇപ്പൊ കഴിഞ്ഞ MLA ഫണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ ടൗൺ സ്ക്വയറിൽ ഒരു പദ്ധതി കൊണ്ടുവരികയാണ്. നമ്മൾ പണിക്കാരെ കണ്ടപ്പോഴാണ് കോർപ്പറേഷൻ ആണ് അറിയുന്നത്. ഫില്ലർ ഇടുകയാണ് നമ്മളെ പെർമിഷൻ ഇല്ലാതെ. ജനങ്ങൾ ഓടിച്ചിട്ട് ഓടിക്കും ഞാൻ നിങ്ങള് കോർപ്പറേഷൻ അറിയാതെയാണ് ഈ പദ്ധതിയൊക്കെ കൊണ്ടുവരുന്ന പറഞ്ഞ ഒറ്റ ഉദാഹരണം. കണ്ണൂർ ടൗൺ സ്ക്വയറിൽ ഒരു കെട്ടിടം വരുന്നു. നമ്മൾ പണിക്കാരെ കണ്ടപ്പോഴാണ് നമ്മൾ അറിയുന്നത് അവിടെ കെട്ടിടം വരുന്നത്. ചെയ്യാൻ പറ്റും. അതിൽ നമ്മൾ സ്റ്റോപ്പ് മെമ്മോ കൊടുത്ത് നിർത്തി. ഒരു ബിൽഡിംഗ് എടുക്കുമ്പോൾ കോർപ്പറേഷന്റെ പെർമിഷൻ വേണ്ടേ? അതാണല്ലോ MLA ഫണ്ടിൽ ഇട്ട് നമ്മൾ നിർത്തിയത്. അതിനെതിരെയാണ് കോർപ്പറേഷനെതിരെ ടീച്ചർ നേരത്തെ മാർച്ച് നടത്തിയത്. എന്താ കാരണം? കോർപ്പറേഷന്റെ അകത്തിന് കേന്ദ്ര ഗവൺമെന്റിന്റെ ബിൽഡിംഗ് ആയാലും കേരള ഗവൺമെന്റ് ബിൽഡിംഗ് എടുക്കുമ്പോൾ ഒരു ബിൽഡിംഗ് റൂളില്ലേ, നമ്മളെ പെർമിഷൻ എടുക്കണ്ടേ? പെർമിഷൻ എടുത്തില്ല. അത് ഞങ്ങൾ കോർപ്പറേഷൻ അറിയുന്ന ചോദിച്ചതിൻ്റെ മറുപടി ഞാനത് പറഞ്ഞത്. മറ്റൊന്ന്, ഈ പദ്ധതി കൊണ്ടുവരും അലൈൻമെന്റ് കൊണ്ടുവരുമ്പോൾ പ്രഖ്യാപനവും തീരുമാനം വരുമ്പോൾ വലിയ സംവിധാനമായിരിക്കും. റോഡ് അലൈൻമെന്റ് വരുമ്പോൾ അത് ചില പാർഷ്വാലിറ്റി കാണിക്കുകയാണ്. അതാണ് കേസിന് പോകുന്നത്. ഇപ്പം നേരത്തെ AKG ഹോസ്പിറ്റലിൽ പോകുന്നത് കൊണ്ട് അത് ഇങ്ങോട്ടേക്ക് ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു. നേരത്തെ അപ്പുറത്തായിരുന്നു. അതുപോലെ തന്നെ സിറ്റി ഇംപ്രൂവ്മെന്റ് റോഡ് കൊണ്ടുവരുമ്പോൾ താല്പര്യമുള്ള ആളുകളെ വീട് പോകുമ്പോൾ അതാത് സമയങ്ങളിലുള്ള ഭരണാധികാരികൾക്ക് താല്പര്യമുള്ള ആളുകൾ വരുമ്പോൾ ആ റോഡ് മാറ്റി ഇപ്പുറത്തേക്ക് കൊണ്ടുവരുന്നു. ആ രീതിയിലുള്ള അലൈൻമെന്റ് സ്വാഭാവികമായും കേസിന് പോകും. അങ്ങനെയുള്ള കേസാണ്. അല്ലാത്ത തന്നെ കേസിന് പോകുന്നുണ്ട് അതിന്റെ കോസ്റ്റിന്റെ കാര്യത്തിൽ. ഇത് അലൈൻമെന്റ് തീരുമാനിക്കുമ്പോൾ താല്പര്യങ്ങളുടെ മറവിൽ വരുമ്പോഴാണ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ തെക്കിലെ മേൽപ്പാലം എന്താണ് അതിൻ്റെ ഉപകാരം എന്ന് നമുക്ക് ഇതുവരെ തിരിഞ്ഞിട്ടില്ല. പക്ഷേ കുറേ കച്ചവടക്കാർ ഇപ്പോൾ പൂട്ടിക്കിടക്കുകയാണ്. നമ്മളൊരു ഷോപ്പ് കാൽട്ടക്സിലെടുത്ത് ഒഴിഞ്ഞു കൊടുത്ത് LIT ഏജൻസി 4 കൊല്ലമായി ഒഴിഞ്ഞു കൊടുത്ത് 4 കൊല്ലം 5 കൊല്ലമായി ഒഴിഞ്ഞു കൊടുത്തിട്ട് ഇപ്പോൾ അവരിങ്ങനെ കച്ചവടം ഇല്ലാതെ പാവങ്ങൾ കച്ചവടം വീട്ടിലിരിക്കുന്നു. എന്നാൽ ഈ പദ്ധതി ഒന്നോ ഇല്ല. അവർ കച്ചവടം ഒഴിവാക്കിയിട്ട് വീട്ടിലിരിക്കുകയാണ്. നമ്മളൊരു ഷോപ്പാടെ പോയി 5-6 കൊല്ലമായി 10 വർഷമായി നമുക്ക് കേരളം ഭരിക്കുകയാണ്. ഒരു മനുഷ്യന്റെ ആയുസിന്റെ പകുതിന് മേലെയായി. ഈ 10 വർഷം ഭരിച്ച ടീച്ചറെ പാർട്ടി സംഘടനയാണ് ടീച്ചറാണ് പറയുന്നത് ഇവിടുത്തെ കുരുക്കിന് കാരണം UDF ആണ് എന്ന്. കോർപ്പറേഷൻ എന്താണ് ഈ കുരുക്ക് മാറ്റാൻ? കോർപ്പറേഷന്റെ പരിധിയിലാണ്. ഒരു ജനാധിപത്യ പ്രക്രിയയിൽ ഒരു കോർപ്പറേഷൻ കീഴിൽ ഒരു നിർമ്മാണ പ്രവൃത്തി നടക്കുമ്പോൾ
ഒരു പദ്ധതി നടപ്പിലാക്കുമ്പോൾ കൃത്യമായിട്ട് ആ കോർപ്പറേഷൻ തന്നെയാണ് പരമാധികാരം. അവരെ അറിയിക്കേണ്ട മേയറും ഡെപ്യൂട്ടി മേയറും കൗൺസിലർമാരും ഒക്കെയുള്ള ആ സംവിധാനത്തെ അറിയിക്കാതെ ഏകപക്ഷീയമായിട്ട് ഇത് നടപ്പിലാക്കാൻ ശ്രമിക്കാതെ ഇതെന്താണ് സംഭവം? തുക പരിഷ്കാരങ്ങളാണോ? എന്താ നടക്കുന്നത്? ഇത് കേൾക്കുന്ന ജനം ചോദിക്കൂലേ, എന്താ ടീച്ചറെ ഇങ്ങനെ? സാങ്കേതിക വിഭാഗത്തിൽ നിങ്ങളൊന്ന് അന്വേഷിക്കും. Yes, പറയൂ, നിങ്ങൾ പറയൂ, അറിയാം. പൊതുമരാമത്ത് വിഭാഗം അതിന് ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥർ അതിന്റെ ഫയലുകൾ നീക്കുന്നുണ്ട്. അങ്ങനെ അറിയിക്കരുതെന്ന് കർശന നിർദ്ദേശം കൊടുത്തിട്ടുണ്ടോ? അയ്യോ, കോർപ്പറേഷൻ അറിയിക്കരുത്. ഓരോരുത്തരും എല്ലാ ഞാൻ പറയട്ടെ, കേന്ദ്ര ഗവൺമെന്റ് പദ്ധതികളായിക്കോട്ടെ, സംസ്ഥാന ഗവൺമെന്റ് പദ്ധതികളായിക്കോട്ടെ, പദ്ധതി നടക്കുന്ന പ്രദേശം എന്ന് പറയുന്നത് മുനിസിപ്പാലിറ്റിയോ കോർപ്പറേഷനോ പഞ്ചായത്തിലോ ആണ്. എന്താ അതിന്റെ ഭരണാധികാരികൾ ചെയ്യേണ്ടത്? ഞങ്ങളൊക്കെ ഈ UDF മിനിസ്ട്രിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന ആളാ. ഏത് പദ്ധതിയെയും ഞങ്ങളുടെ പ്രദേശത്തെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ അത് നടത്തിപ്പിന് വേണ്ടി ഏറ്റവും വേഗത്തിൽ അത് നടത്തി തീർക്കാനുള്ള ശ്രമങ്ങളാണ് ഞങ്ങൾ. അതിന്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അതിന്റെ ഫയലുകൾ നീക്കുന്നുണ്ട്. ഈ പറയുന്ന രീതിയിലല്ല. ഡെപ്യൂട്ടി മേയർ ആ കാര്യം അറിയാതെയാണ് പറയുന്നത്. എല്ലാം രാഷ്ട്രീയമായിട്ട് കാണുന്ന ഒരു രീതിയാണ് വികസനത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലം കണ്ണൂരിന്റെ MLA-യോട് കണ്ണൂർ കോർപ്പറേഷൻ കാണിച്ച അവഗണന എത്രമാത്രം. ഒരു പദ്ധതി അങ്ങനെ അവഗണിച്ച് പോകാൻ വേണ്ടി കഴിയും? ഇവിടെ നിയമവും ചട്ടവും മാനിക്കണ്ടേ? എല്ലാ പദ്ധതികൾക്കും അതിന്റെ ബന്ധപ്പെട്ട ചുമതലയുള്ള ഉദ്യോഗസ്ഥ വിഭാഗം അതിന്റെ ഫയലുകൾ നീക്കി തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. കണ്ണൂർ കോർപ്പറേഷന്റെ ആസ്ഥാന മന്ദിരം ഒഴികെ എല്ലാ പദ്ധതികളും എതിർക്കുകയാണ് ചെയ്തത്. ആസ്ഥാന മന്ദിരം സ്വന്തം കെട്ടിടം എന്ന രീതിയിൽ വേണ്ടത് കൊണ്ട് അതിനെ മാത്രം അന്ന് പണിക്കാർ വന്നപ്പോഴാണ് ഇവർ അറിഞ്ഞതെന്ന് പറയുന്നത്. ആ സംഭവം എങ്ങനെയാ ശരിക്കും? അതിനകത്ത് അറിഞ്ഞില്ല എന്ന് പറയുന്നത് കളവാണെന്നാണ് പറയുന്നത്. അത് നിങ്ങൾക്ക് വിവരാവകാശം ചോദിക്കാം. അതിന്റെ ഉദ്യോഗസ്ഥര് അതിന്റെ ഫയലുകൾ ഏതുവരെ നീക്കി എന്നുള്ള കാര്യം നോക്കാം. കൃത്യമായിട്ട് അറിയിച്ചിട്ടുണ്ടെന്നാണ് നിങ്ങൾ പറയുന്നത്. അത്തരം നടപടികളുമായിട്ട് പൊതുമരാമത്ത് വിഭാഗം പോയിക്കൊണ്ട് തന്നെ എല്ലാ പദ്ധതികളും മുന്നോട്ട് പോയിട്ടുള്ളത്. താങ്കൾ ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി മേയർ പറഞ്ഞിട്ടുണ്ടാവില്ല, അങ്ങനെ പുതിയതാണ്. അപ്പോ ഞാൻ പറയുന്നത്, ഏത് പദ്ധതി ആയിക്കോട്ടെ നമ്മുടെ പ്രദേശത്ത് ഇത്രയും ജനോപകാരപ്രദമായതിന്റെ റൂഫിംഗ് ഇതൊക്കെ വരുമ്പോ ഏറ്റവും വേഗത്തിൽ അത് നടപ്പിലാക്കാൻ ഇതിപ്പം ഞങ്ങളോട് ചോദിക്കാതെ ഇവിടെ ചെയ്യാൻ പാടില്ല എന്ന് ഒരു ലോക്കൽ ബോഡി പറയുന്നതിന് പകരം ആ പദ്ധതിക്ക് വേണ്ട പൂർവാധികം പിന്തുണ കൊടുത്തുകൊണ്ട് അതിന്റെ വേഗം ഫയലുകൾ നീക്കേണ്ട നടപടി എടുക്കേണ്ടതാരാ? അതല്ലല്ലോ ഉണ്ടായിരുന്നു. രാഷ്ട്രീയ പ്രേരിതമായി തന്നെയാണ് റോഡ് ഇംപ്രൂവ്മെന്റ് പദ്ധതി. 11 റോഡുകൾ എവിടെയാ പണിതത് നിങ്ങൾ ചോദിച്ചില്ലേ? 11 റോഡുകൾ കണ്ണൂരിന്റെ ഈ ആസ്ഥാനവുമായി ബന്ധിപ്പിക്കുന്ന നിരവധി റോഡുകൾ അത് സിറ്റിയിലുണ്ട്. ഏതാ ഈ സിറ്റി ഭാഗത്ത് വേണ്ടപ്പെട്ടവരെ ഒഴിവാക്കി റോഡ് അങ്ങോട്ട് വളച്ചു എന്നൊക്കെയുള്ള രീതിയിൽ പറയുന്നുണ്ട്. ആ ഭാഗത്ത് ഏറ്റവും ഈ പറയുന്ന UDF സ്വാധീനം ാണ്. അവിടെ ഏതെങ്കിലും ഒരു ഭാഗത്തെ ആൾക്കാരെ താല്പര്യപ്രകാരം റോഡ് അങ്ങോട്ട് തിരിക്കാനൊക്കെ കഴിയുന്ന കാര്യമാണോ? ചില പദ്ധതികൾ വരുമ്പോൾ ചില ആളുകളുടെ നഷ്ടങ്ങൾ ഉണ്ടാവും. ആ നഷ്ടങ്ങൾക്ക് ആകർഷകമായ കോമ്പൻസേഷൻ വെറുതെ അല്ല, അതിനെല്ലാം നഷ്ടപരിഹാരം കൊടുത്തുകൊണ്ട് തന്നെയാണ് എല്ലാ പദ്ധതിക്കും സ്ഥലം ഏറ്റെടുക്കൽ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അതിന്റെ എല്ലാം ഭാഗമായിട്ട് കേസിന് പോകുകയാണ്. ഏത് പദ്ധതിയെയും മുടക്കുക എന്നുള്ള ഒരു രാഷ്ട്രീയ പ്രേരിതമാണ്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇതിനകത്ത് രസകരമായ ആൾ കേൾക്കുന്ന ആൾക്ക് തോന്നുന്നു ഒരു പ്രൊജക്ട് അറിയിച്ചില്ല അപ്പൊ തന്നെ അത് കേസായി പോക്കാം. ഇത് രാഷ്ട്രീയം കളിക്കുമ്പോൾ സാധാരണക്കാരുടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ നെഞ്ചിലാണ് ഇത് കത്തിയത്. എന്താണ് നിങ്ങൾ എങ്ങനെ നിരീക്ഷിക്കുന്നത്? ഇത് എല്ലാ പ്രോജക്റ്റുകളും കൊണ്ടുവന്നത് 10 വർഷക്കാലം മുന്നെയാണ്. ഞാൻ മനസ്സിലാക്കിയത് ഇടതുപക്ഷത്തിന്റെ ആദ്യ ഘട്ടത്തിലാണ് ഈ 2 പ്രോജക്റ്റുകൾ കൊണ്ടുവന്നത്. അല്ല, ആദ്യത്തെ കൊണ്ടുവന്നു. 10 വർഷം വേണ്ടല്ലോ. ഇല്ല, 10 വർഷം വേണ്ടല്ലോ ഇതൊക്കെ ചെയ്യാൻ. അവിടെ 100 മീറ്ററിന്റെ ഒരു പദ്ധതി ഉണ്ടാക്കാൻ 10 വർഷം വേണ്ടല്ലോ. ഏൽപ്പിച്ചിരിക്കുന്ന കേരളത്തിൽ അറിയപ്പെടുന്ന കമ്പനിയായ ഒരാളെ ഏൽപ്പിച്ചിട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് 2026 ഇലക്ഷൻ പ്രഖ്യാപിച്ചപ്പോഴാണ്. അതിലൊന്നും നമുക്ക് തർക്കമില്ലല്ലോ. ഏജൻസികളായിട്ട് നമുക്ക് തർക്കമില്ല. എനിക്കൊന്നും പറയാനില്ല. എനിക്കതൊന്നും പറയാനില്ല. രാഷ്ട്രീയമുള്ളവരുണ്ടാവും, അതിനകത്ത് ഉള്ളവരുണ്ടാവും, അതിലൊന്നും നമുക്ക് അഭിപ്രായമില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, 10 വർഷക്കാലം മുന്നേ തീരുമാനിച്ച ഒരു പദ്ധതി കഴിഞ്ഞ 2026 മാർച്ചിലാണ് അല്ലെങ്കിൽ ഫെബ്രുവരിയിലാണ് നടപ്പാക്കാൻ തീരുമാനിച്ച് പണി ആരംഭിച്ചത്. 2000 ഇലക്ഷൻ പ്രഖ്യാപിച്ചപ്പോഴാണ് മേലച്ചുവക്ക പാലത്തിന്റെ പണിയെടുത്തത്. മേലച്ചുവ മേൽപ്പാലത്തിന്റെ എന്തുകൊണ്ട് എന്നാലും തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടായിരുന്നു. ഒരു പണിയെടുത്തു. പിന്നെ പണി നിർത്തിക്കാൻ പഴയ മേയറും ഇപ്പോഴത്തെ MLA പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നിർത്തിക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല.
അങ്ങനെ പോയി നിങ്ങൾ ഒരു ലെറ്റർ ഓഫ് ഇൻറ്റന്റ് കൊടുത്ത് നിങ്ങൾ അതോടൊപ്പം തന്നെ MOU സൈൻ ചെയ്താൽ കോൺട്രാക്ട് നിർത്താൻ അത്ര പെട്ടെന്നൊന്നും കഴിയില്ല. അത് മേയർക്കും അവർക്ക് അറിയാത്തത് കൊണ്ടായിരിക്കും. അങ്ങനെ നിർത്താൻ കഴിയില്ല. ഒരാളെങ്കിലും സൊസൈറ്റി പണിയെടുക്കാൻ തീരുമാനിച്ചു സൈറ്റ് ഹാൻഡ് അത് ഓവർ നിർത്താൻ ഒറ്റയാക്കേ കഴിയൂ. സർക്കാർ തീരുമാനിക്കണം. നിർത്തുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടുന്ന കോമ്പൻസേഷൻ കൊടുത്തേ നിർത്താനും കഴിയൂ. വെറുതെ അങ്ങനെ നിർത്താൻ കഴിയില്ല. ഒരു ദിവസം രാവിലെ പോയിട്ട് MLA പറയും നിർത്തുമെന്ന് പറഞ്ഞാൽ നിർത്താൻ കഴിയില്ല. അദ്ദേഹം തിരുത്തിയിട്ടുണ്ട്. തിരുത്തിയത് നല്ലത്. വേറൊരു കാര്യം ഞാൻ പറയും, 10 വർഷക്കാലം മുന്നേ തീരുമാനിച്ച ഒരു പദ്ധതി ഒരു തെരഞ്ഞെടുപ്പിൻ്റെ മുന്നിൽ വെച്ച് ഒരു മാസങ്ങൾക്ക് മുന്നേ നടപ്പാക്കാൻ ശ്രമിച്ചിട്ട് ഇപ്പോൾ തെക്ക് ബസാറിൽ എത്ര കടകൾ ഒഴിഞ്ഞു കിടക്കുന്നുണ്ടെന്ന് അറിയോ? ആ കടകൾ എത്ര ആളുകളുടെ ജീവിതം വഴിയാധാരമായിട്ടുണ്ടെന്ന് അറിയോ? അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് എന്തുകൊണ്ട് പണി ആരംഭിച്ചില്ല? താഹിർ പറഞ്ഞതുപോലെ തന്നെ AKG ആശുപത്രിക്ക് അപ്പുറം ആരംഭിക്കുന്നത് എന്തുകൊണ്ടാണ് അലൈൻമെൻറ്റ് മാറ്റിയത്? AKG രക്ഷപ്പെടുത്താനാണോ? അങ്ങനെ പല സ്ഥലത്തും, അത് AKG മാത്രമല്ല, ചിലപ്പോൾ ബാഫയ്ക്ക് തങ്ങൾ നഗരം രക്ഷപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ടാവും. ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. സൗദം അവിടെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ടാവും. കാരണം അതും ഇപ്പുറത്തെ ഭാഗത്ത് എടുത്തിട്ടുണ്ടാവും. ഞങ്ങൾ ഇതൊക്കെ നോക്കിക്കാണുന്ന ആളാണ്. നിങ്ങൾ ഒറ്റ കാര്യം, ഇതിനകത്ത് രാഷ്ട്രീയമൊന്നുമല്ല പറയുന്നത്. കണ്ണൂരിലെ കുരുക്ക് അഴിക്കാൻ നിങ്ങൾ വളരെ രണ്ടുപേരും ഭരിക്കുന്ന രണ്ടുപേരാണ്. അത് നിങ്ങൾ തയ്യാറാവണം. അത് തയ്യാറാകാനുള്ള പദ്ധതികൾ ഉണ്ടാക്കണം. പദ്ധതി ഉണ്ടാക്കാൻ ജനങ്ങളുമായി സംവദിക്കണം. ജനങ്ങൾക്ക് എങ്ങനെ എഫക്ട് ചെയ്യും? ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ അവിടെ ഓട്ടോക്കാർ പോയിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നു. ഓട്ടോക്കാർ ഇതുവരെ പറഞ്ഞിരുന്നോ? അവിടെ പദ്ധതി വരുന്ന സമയത്തൊന്നും ഓട്ടോക്കാർ, ഇപ്പം പറഞ്ഞ ഓട്ടോക്കാർക്ക് അവിടെ പ്രശ്നമാണ്, മേലെ ചൊവ്വയുള്ള ഓട്ടോക്കാർക്ക് പ്രശ്നമാണ്, കടക്കാർക്ക് പ്രശ്നമാണ്. അങ്ങനെയൊന്നും പറയാൻ പറ്റില്ലല്ലോ. 10 വർഷക്കാലം മുന്നുള്ള ഒരു പദ്ധതി നടപ്പാക്കി അതിൻ്റെ ഒരു ഘട്ടം എത്തുമ്പോൾ നിർത്താൻ ശ്രമിക്കുമ്പോൾ ഓട്ടോക്കാരുടെ എനിക്ക് കോർപ്പറേഷനോട് പറയാനുള്ളത്, ഓട്ടോക്കാർക്ക് ആവശ്യമായ പാർക്കിംഗ് സൗകര്യങ്ങൾ നിങ്ങൾ ഏർപ്പെടുത്തണം. എന്നാൽ അവർ റോട്ടിൽ കൊണ്ടുവെക്കില്ല. അവരുടെ ഒക്കെ തന്നെ അതുപോലെ തന്നെ കണ്ണൂരിൽ കെട്ടിട ചട്ടം ലംഘിച്ചുണ്ടാക്കുന്ന ഫാക്ടറികളുണ്ട്, കടകളുണ്ട്. അവരുടെയൊക്കെ പാർക്കിംഗ് സൗകര്യം നിങ്ങൾ പരിശോധിക്കണം. ഇവിടെ എന്താ പറഞ്ഞാൽ എല്ലാ വൻകിട സ്ഥാപനങ്ങളുടെ പാർക്കിംഗ് റോട്ടുമല്ല. നിങ്ങളത് ആലോചിക്കണ്ടേ? കണ്ണൂരിൽ ഏകദേശം 50ഓളം സ്ഥലങ്ങൾ അനധികൃതമായി പാർക്കിംഗ് ഇല്ലാത്ത കെട്ടിടങ്ങൾ പണിതിട്ടുണ്ട്. ഈ കെട്ടിടങ്ങൾക്ക് അകത്ത് വെക്കേണ്ട വാഹനം മുഴുവൻ എല്ലാം പുറത്തു വരും. അതുകൊണ്ട് എന്താ പാർക്കിംഗ്, ഇവര് ലൈസൻസ് കൊടുക്കുന്നവരെന്താ ഇതിന് പറയുക? താഴെ പാർക്കിംഗ് 40 പാർക്കിങ്ങിൻ്റെ സൗകര്യമുണ്ട്. ഇത് കെട്ടിട നികുതി നിങ്ങൾ അടച്ചു, ലൈസൻസ് കിട്ടിയതിൻ്റെ പിറ്റേന്ന് കടമുറി അറിയിച്ച് അത് കടമുറിയായി മാറുന്നു. ഈ വാഹനങ്ങൾ മുഴുവൻ പുറത്തേക്ക് വരും. അത് നിങ്ങൾ കാണണം. നിങ്ങൾ കോർപ്പറേഷനകത്ത് ടോ എവേ സോൺ, വിദേശത്തൊക്കെ ഉള്ളതുപോലെ ആളുകൾ നോ പാർക്കിംഗ് ബോർഡ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ മാറിയില്ലേ? പണ്ട് പല സ്ഥലത്തും നോ പാർക്കിംഗ് ബോർഡ് ഉണ്ടായിരുന്നു. ഇപ്പോഴെന്താ കാണാത്തത്? പോലീസുമായി ആലോചിച്ച് ഇതൊക്കെ നിങ്ങൾ ക്രിയാത്മകമായി ചെയ്യണം. നമുക്കിതിൽ രാഷ്ട്രീയമൊന്നുമില്ല. കണ്ണൂരിനെ വളരെ അടുത്ത് നോക്കിക്കാണുന്ന, കണ്ണൂരിൽ വികസനം ആഗ്രഹിക്കുന്ന ഒരാളെന്ന രീതിയിൽ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇതൊക്കെ തന്നെ പ്ലാനിങ്ങോടുകൂടി ചെയ്യുക. ഈ പദ്ധതികളൊന്നും നിർത്താൻ ആരും നടക്കണ്ട. പദ്ധതികളൊക്കെ നടക്കട്ടെ. അത് എവിടെ നിന്നോട്ട് എവിടെ അവസാനം, ഞാൻ പറയുന്നത് നന്ദില്ലത്തിൽ അവസാനിപ്പിക്കരുത്. നിങ്ങൾ പുതിയ അലൈൻമെന്റ് കൊണ്ടുവന്ന് താഴെ ചുവരെ കൊണ്ടുവരണം. കാരണം താഹിറിന്റെ പാർട്ടിയാണ് കേരളത്തിന്റെ ഭരിക്കുന്നതും, ഒപ്പം തന്നെ PWD മിനിസ്റ്ററും. അവർ വിചാരിച്ച കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ബഷീറായാലും ബഷീർ അദ്ദേഹമൊക്കെ നിങ്ങൾ ഏത് കാര്യം പറഞ്ഞാലും നടത്തി തരും. അദ്ദേഹമൊക്കെ പോയി കണ്ട് ഡെപ്യൂട്ടി മേയറോട് വളരെ ക്യാപ്സ്യൂൾ ആയിട്ടുള്ള ഒരു മറുപടിയാണ്. ഇപ്പൊ നിങ്ങൾ പറയുന്ന മേൽപ്പാലങ്ങളെല്ലാം വൈകല്യങ്ങളുണ്ട്, വികലാംഗരാണെന്നാണ് പറയുന്നത്, അല്ലെ? താങ്കൾ പറഞ്ഞത് അങ്ങനെയാണ്. യഥാർത്ഥത്തിൽ എങ്ങനെയുള്ള മേൽപ്പാലങ്ങളാണ് കണ്ണൂരിന്റെ കുരുക്കഴിക്കാൻ വരേണ്ടത്? കറക്റ്റ് താങ്കൾക്ക് പറയാൻ പറ്റുന്ന ഓരോ മേൽപ്പാലം നമ്മളെ പള്ളിക്കുന്ന് വുമൻസ് കോളേജ് മുതൽ ആരംഭിച്ച് കണ്ണൂർ ട്രെയിനിങ് സ്കൂളിൻ്റെ അടുത്ത് അവസാനിപ്പിക്കുക ഒരു മേൽപ്പാലം. പിന്നെ മറ്റൊന്ന് ഇപ്പം ചൊവ്വ അവിടെ ചാല ബൈപ്പാസിനടുത്ത് അവസാനിപ്പിക്കുന്ന രീതിയിലായിരിക്കണം. പുതിയ പ്ലാനിലുണ്ടോന്ന് അറിയില്ല. പക്ഷേ അതെ, മറ്റ് വേറെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു പരിധി വരെ 16 ചാലു ആയാൽ ഈ കണ്ണൂരിലെ വലിയൊരു ഗതാഗതക്കുരുക്ക് ഒഴിവാകും. വലിയ വാഹനങ്ങൾ കണ്ണൂർ അല്ല മറ്റൊന്ന് ഇവിടെ രഘുവേട്ടൻ ഞാനൊരു എക്സാമ്പിൾ പറയാം. തലശ്ശേരി നഗരത്തിലെ ഗതാഗതക്കുരുക്ക് മാഹി ബൈപ്പാസ് വന്നാൽ തീരും എന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചത്. ഒരു കാരണവശാലും നിങ്ങൾ ഈ ഹൈവേ 6 വരി പാത വന്നാലും കണ്ണൂർ നഗരത്തിന്റെ ഗതാഗതക്കുരുക്ക് കുറയില്ല എന്ന് തലശ്ശേരിയുടെ അനുഭവം വെച്ച് നമുക്ക് പറയാം. ഇപ്പൊ രഘുവേട്ടൻ പറഞ്ഞ പോലെ കണ്ണൂരിലെ കുരുക്കുണ്ടാകുന്ന ഒരു പരിധി വരെ കിട്ടിയോടുത്ത് വണ്ടി പാർക്ക് ചെയ്യാണ്. നോ പാർക്കിംഗ് എഴുതിയ ബോർഡിന് താഴെക്കൊണ്ട് പാർക്ക് ചെയ്യുന്നു. ഇങ്ങനത്തെ കുറെ അവസ്ഥ കണ്ണൂർ പട്ടണത്തിലുണ്ട്. അല്ല, അതിപ്പം കോർപ്പറേഷൻ അതിനെക്കുറിച്ച് ഗൗരവമായി ട്രാഫിക് പോലീസുമായി ഇരുന്ന്
അത്തരം കാര്യം നേരത്തെ രഘുവേട്ടൻ പറഞ്ഞതുപോലെ സംവിധാനം ഉണ്ടാക്കാൻ പോകും. രഘുനാഥ് പറഞ്ഞു ഒരു കാര്യം, ആ കെട്ടിടം 40 ബാക്കി ആ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ ആ അല്ല, ബിൽഡിങ്ങുകൾക്ക് നടപടി എടുക്കും. അല്ല അത് ഈ പറഞ്ഞത് നേരത്തെ ബിൽഡിംഗ് റൂൾ വരുന്നതിന് മുമ്പ് ഇട്ട കുറെ കെട്ടിടങ്ങളുണ്ട്. അന്ന് പാർക്കിംഗ് ഒന്നും വേണ്ട. ഇപ്പം പാപ്പക്കിത്തങ്ങൾ സൗധം 80 കാലഘട്ടത്തിൽ അല്ലല്ല, അദ്ദേഹം പറഞ്ഞ പുതിയ പുതിയ കെട്ടിടത്തിന് അങ്ങനെ പല നമ്മൾ കെട്ടിടങ്ങളിലും parking ഇല്ല. നമ്മൾ പരിശോധിച്ച് അങ്ങനത്തെ ഒരുപാട് കെട്ടിടങ്ങൾക്ക് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. നമ്പർ ക്യാൻസൽ ചെയ്ത് കർശന നടപടി ഉണ്ടാവും. നടപടിയായി വരിക. ഒരു മിനിറ്റ് പ്രകാശ്, ഇപ്പൊ ഞാൻ ചോദിച്ച അതേ ചോദ്യമാണ്. ഈ നഗരത്തിന്റെ കുറുക്കഴിക്ക് വരേണ്ട മേൽപ്പാലങ്ങളെ കുറിച്ച് താങ്കളുടെ ഒരു സങ്കല്പം എന്താണ്? ഇപ്പൊ കിടക്കുന്ന എല്ലാം അവിടെ കിടക്കട്ടെ. ഇപ്പൊ എല്ലാം പാതി വഴിയിൽ വൈകല്യങ്ങളുള്ളതാണ് പറയുന്നത്. താങ്കൾ കാണുന്നത് അല്ല, ആ വൈകല്യത്തെ കുറിച്ച് ഉന്നയിച്ച കാര്യങ്ങൾക്ക് ഞാൻ മറുപടി പറയുന്നുണ്ട്. വൈകല്യം ഇല്ല എന്നാണ് താങ്കളുടെ അഭിപ്രായം. 100 മീറ്റർ പാലം എന്നാണ് ഇപ്പം ശ്രീ രഘുനാഥും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി മേയറും പറഞ്ഞത്. 1093 മീറ്റർ ആണ് കിംസ് ഹോസ്പിറ്റലിന്റെ പരിസരത്ത് ആരംഭിച്ച് ഹോളിൽ അവസാനിക്കേണ്ട ഇപ്പൊ ഇതിന്റെ ഫ്ലൈ ഓവറിന്റെ നിർമ്മാണത്തിന്റെ ലെങ്ത് എന്ന് പറയുന്നത്. അത് 10 മീറ്റർ വീതിയുള്ള റോഡ്, 2 വരി പാതയും 7 മീറ്ററുള്ള മറ്റു റോഡുകളും, അതോടൊപ്പം തന്നെ 2.5 മീറ്റർ നടപ്പാത ഉൾപ്പെടെയുള്ള വിഭാവനം ചെയ്തിട്ടുള്ള പദ്ധതിയാണിതിന്. അതിന് 130 കോടി രൂപയോളം വകയിരുത്തിക്കൊണ്ടാണ് അതിന്റെ 70% സ്ഥലം ഏറ്റെടുക്കൽ കഴിഞ്ഞു. PWD-ക്കാര് ഒരു 60% ഒക്കെ ഏറ്റെടുക്കൽ നടപടി കഴിഞ്ഞാൽ ടെൻഡർ നടപടിയിലേക്ക് പോകാമെന്ന് അവർക്ക് ചെറിയ ചോദ്യം, എന്തുകൊണ്ട് അത് വനിതാ കോളേജിലെ പള്ളിക്കുന്ന് വരെ പോയിക്കൂടാ? AKG ആശുപത്രി അവിടെ ഉള്ളത് കൊണ്ടാണ് എന്ന് ഇവർ പറയുമ്പോൾ അത് നിഷേധിക്കാൻ പ്രകാശിക്ക് കഴിയുന്നു. AKG ഹോസ്പിറ്റലിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല. അതായത് ഇത് സംബന്ധിച്ച് നിരവധി, അതായത് ഈ AKG ഹോസ്പിറ്റലിന്റെ പരിസരം തുടങ്ങിയിട്ട് ഈ പറയുന്ന കാൾടെക്സ് പരിസരത്തൊക്കെയുള്ള ഗതാഗത കുരുക്കിനും ട്രെയിനിങ് സ്കൂൾ ഇവിടെയുള്ള ഇത് കേൾക്കുന്ന ആൾക്കൊരു ചെറിയ സംശയം. ഈ AKG-യുടെ മുന്നിൽ പോയി ഇറങ്ങുന്നതിന് പകരം അത് നേരെ വനിതാ കോളേജിന്റെ മുന്നിൽ ചെന്നാൽ അത് കറക്റ്റായിട്ട് ഒരു വെറുതെ നമ്മളിങ്ങനെ വീക്ഷിക്കുമ്പോൾ തന്നെ കണ്ണൂരിനെ അറിയുന്നവർക്കറിയാം. അവിടുന്ന് വനിതാ കോളേജിന്റെ മുന്നിൽ ആ പാലം തുടങ്ങി ട്രെയിനിങ് കോളേജിന്റെ മുന്നിലാണ് വന്ന് AKG-ക്ക് സൗകര്യം കൂടി. AKG-ക്ക് സൗകര്യം കുറയും. കാരണം ഞാൻ ഒറ്റയടിക്ക് ആളുകൾ പോരും നേരെ ഹിംസിലേക്ക് എന്തുകൊണ്ട് AKG-ക്ക് ഇപ്പുറം വന്ന് ഈ മേൽപ്പാലം ഇറങ്ങുന്നു? അതിനൊരു കാരണം പറയാം. അങ്ങനെ വ്യക്തമായി പറയാൻ കഴിയില്ല. ഞങ്ങൾ നടത്തിയിട്ടുള്ള ഡിസ്കഷനിലും നേരത്തെ പല സംഘടനകളൊക്കെ നടത്തിയിട്ടുള്ള സർവേയില് അത് സംബന്ധിച്ച് ഇവിടുന്ന് ഇങ്ങനെ ഒരു പാലം ഉണ്ടാവുകയാണെങ്കിൽ കുറെ കൂടി ഗതാഗത കുരുക്ക് ആ ഒരു പ്രദേശത്തു കൂടിയാണ് മിനിറ്റുകൾക്ക് 100 കണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു പ്രദേശം എന്ന രീതിയിൽ അവിടുത്തെ കുരുക്ക് കഴിക്കാൻ എന്ന് പറഞ്ഞാൽ അതിന് ഈ AKG-യുടെ ഇപ്പുറം കഴിഞ്ഞാൽ പിന്നെ അത്ര കുരുക്കില്ല. നിങ്ങൾ പറയുന്ന കണക്ക് റോഡും പോകുന്നുണ്ടല്ലോ, അപ്പൊ അത്ര കുരുക്കുണ്ടാവും. അത്ര ദഹിക്കുന്നില്ല ടീച്ചറെ, കേൾപ്പിക്കാർക്ക് അത്ര ദഹിക്കില്ല. ഇനി അത് പോട്ടെ, മേൽപ്പാലത്തിന്റെ മേലച്ചുവയുടെ കാര്യത്തിൽ എവിടെ നിന്ന് തുടങ്ങണം, എവിടെ അവസാനിക്കും? നിങ്ങളുടെ ഒരു കാഴ്ചപ്പാട്. ഇപ്പൊ കൗൺസിൽ പാർട്ടി ലീഡറാണല്ലോ, നിങ്ങളൊക്കെ കൂടി തീരുമാനിച്ച് ഈ സാധനം വരുമല്ലോ. നിങ്ങളുടെ ഒരു കാഴ്ചപ്പാട്. നിങ്ങള് താഴെ ചുവയുടെ കാര്യം പറഞ്ഞു. ഞങ്ങളുടെ MLA ഈ 2 റെയിൽവേ പാലങ്ങള് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ബൈപ്പാസ്, അതായത് യാദവ തെരു SN കോളേജ് തുടങ്ങിയിട്ട് സ്പിന്നിംഗ് മില്ലിന്റെ ഇപ്പുറത്ത് അവസാനിക്കുന്ന രീതിയിൽ ഒരു അലൈൻമെന്റിന് വേണ്ടിയിട്ട് പദ്ധതി നിർദ്ദേശങ്ങൾ കൊണ്ടുവന്നതാണ്. അതിനെതിരെയും പദ്ധതിയുമായി മുന്നോട്ട് പോകേണ്ട ഘട്ടമാകുമ്പോഴേക്കും അതിനെതിരെയും പ്രതിഷേധവും സമരങ്ങളും. നമ്മൾ മേലെ ചൊവ്വ ഇപ്പൊ 2 മേൽപ്പാലങ്ങളാണ് കണ്ണൂരിന്റെ മനസ്സിലുള്ളത്. ഒന്ന് UDF പറയുന്നു പള്ളിക്കുന്ന് തുടങ്ങി ചേംബറിൽ അവസാനിക്കണം. നിങ്ങൾ പറയുന്നു AKG ഇപ്പുറത്തോട്ട് തുടങ്ങും ചേംബറിൽ അവസാനിക്കണം. അല്ല, ഞങ്ങൾ ഇപ്പൊ വെച്ച പദ്ധതി അങ്ങനെയാണ്. കുറെ കൂടി കുരുക്കഴിക്കാൻ ഇതും സൗകര്യം ചെയ്യാം. ഇനി മേലെ ചൊവ്വ പാലത്തിന്റെ കാര്യത്തിൽ മേൽപ്പാലത്തിന്റെ എവിടെ തുടങ്ങി എവിടെ അവസാനിക്കണം അതിനും കൂടിയാണല്ലോ ഒരു ബൈപ്പാസ് ഞങ്ങൾ നിർദ്ദേശിച്ചത്. അതായത് ഈ SN കോളേജിന്റെ അടുത്ത് നിന്ന് ആരംഭിച്ച ഗേറ്റ് സ്പിന്നിംഗ് മില്ലിന്റെ അടുത്ത് അവസാനിക്കുന്ന രീതിയിൽ ഒരു ബൈപ്പാസ് കൊണ്ടുവരിക, എന്നിട്ട് നിലവിലുള്ള പാലം അതുപോലെ എടുത്തുകൊണ്ടിരിക അല്ലെ? ഓക്കെ. ഈ 2 മേൽപ്പാലങ്ങൾ അത് പ്രധാന. ഇതെന്താ വെച്ചാൽ വളരെ ക്യാപ്സ്യൂൾ ആയിട്ട് കാര്യങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലാക്കണം. നാളെ ജനങ്ങൾ ചോദിക്കണം നിങ്ങളോട് എന്താണ് നിങ്ങളുടെ പരിപാടി ഒന്ന് പറയും. വനിതാ കോളേജിൽ നിന്ന് ആരംഭിച്ച് ട്രെയിനിങ് സ്കൂളിന്റെ മുന്നിൽ അവസാനിക്കുന്ന രീതിയിലാവണം എന്നാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. ആ രീതിയിൽ തന്നെ വന്നാൽ അത് കുറച്ച് ഗുണകരമാകും. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് നിലവിലുള്ള റോഡുകളൊക്കെ തന്നെ അല്പം വീതി കൂട്ടാനുള്ള സൗകര്യം ഉണ്ടാക്കണം. മേലെ ചൊവ്വ മട്ടന്നൂർ റോഡ് 4 വരിപ്പാതയാക്കണം. 4 വരിപ്പാതയാക്കി മാറ്റണം.
ഒപ്പം എയർപോർട്ടിലേക്ക് അത് പദ്ധതി താഴെ വെച്ച് ചൊവ്വയിൽ നിന്ന് ആരംഭിച്ച് നേരത്തെ ഉണ്ടായിരുന്ന പ്രപ്പോസൽ ഉണ്ടായോ, ഒരു ഗ്രീൻഫീൽഡ് റോഡ് ഉണ്ടായിരുന്നു. മുനീർ സാഹിബിന്റെ കാലത്ത് ഒരു റോഡ് കൊണ്ടുവരും എയർപോർട്ടിലേക്ക്. താഴെ ചൊവ്വ വയലിലൂടെ കടന്നുപോയി ആ റോഡുകളൊക്കെ തന്നെ പ്രാവർത്തികം. ഒരുപാട് സ്ഥലം വയൽ പോകുന്നൊക്കെ പറഞ്ഞു എക്സ്പ്രസ് വേ, ഗ്രീൻഫീൽഡ് റോഡ് എന്നായിരുന്നു അതിന്റെ പേര്. എയർപോർട്ടിലേക്ക് ഈ വക സമാന്തരമായ കാര്യങ്ങൾ ആലോചിക്കുന്നത് നല്ലതാണ്. ഇതൊക്കെ ഒപ്പം തന്നെ നിങ്ങൾ ഭരണാധികാരികൾ ഈ ചെയ്യേണ്ട കാര്യങ്ങൾ കർശനമായി പാലിക്കുക. നോ പാർക്കിംഗ് എന്ന് പറയുന്ന ബോർഡുകൾ സ്ഥാപിക്കുക. പോലീസുമായി ചേർന്ന് പാർക്ക് ചെയ്യുന്നവരെ അത് കൊണ്ടുപോയി പൗണ്ടിൽ വെച്ച് അവരുടെ ഫൈൻ ഈടാക്കാൻ ശ്രമിക്കുക. ഇത് നിങ്ങൾ ആരംഭിച്ചാൽ തന്നെ കണ്ണൂരിലെ ഗതാഗത കുരുക്ക് ഒന്ന് മാറ്റും. പിന്നെ ഒന്ന്, നമ്മുടെ എല്ലാ സ്ഥലത്തുള്ള ഈ ബസ് ഷെൽട്ടറുകൾ അത് നിങ്ങൾ മാറ്റണം, പ്രോപ്പറായിട്ട് മാറ്റണം. ഇപ്പം എനിക്ക് പറ്റൂല, എനിക്ക് അവിടെ എത്താൻ പല ആളുകളും പറയുന്നതൊക്കെ ഞാനിവിടെ കാലാകാലങ്ങളിൽ നിൽക്കുകയാണ്, അതുകൊണ്ട് ഇങ്ങോട്ട് മാറ്റാൻ പറയും. റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിലുള്ളത് അല്പം മാറ്റിയപ്പോൾ അവിടെ വലിയ പ്രശ്നമാണ്. ഇതൊക്കെ പറഞ്ഞു വന്നത് നിങ്ങൾ അങ്ങനെയല്ല. ഒരു പൊതുജനങ്ങൾക്ക് ആവശ്യമായ രീതിയിൽ നിങ്ങൾ സംവിധാനം മുന്നോട്ട് കൊണ്ടുപോയാൽ ഞങ്ങളെപ്പോലെയുള്ളവർ അതിൻ്റെ കൂടെ ഉണ്ടാവും. ഇപ്പം നേരത്തെ പ്രകാശ് ടീച്ചർ ഇവർ പറഞ്ഞ ഒരു കാര്യം, നമ്മുടെ അവിടെ ഒരു കുഴി കുഴിക്കുമ്പോൾ നിങ്ങൾ നിർത്തിയെന്ന് പറഞ്ഞു. അത് വേണ്ടായിരുന്നു ടീച്ചറെ. കാരണം കണ്ണൂരിൽ തുറന്ന സ്ഥലം ഇല്ലാതായി തീർന്നിരിക്കുന്നു. ഞങ്ങൾ അതിന് പൂർണ്ണ അത് വേണ്ടായിരുന്നു. അവിടെ എന്തിനു ഓരോ നിങ്ങൾ അവിടെ കണ്ണൂർ പട്ടണത്തിൽ ആളുകൾക്ക് വൈകുന്നേരം മഴയത്തിരുന്നോട്ടെ കൊണ്ടോട്ടെ. നിങ്ങൾ അതുപോലെയുള്ള പാർക്കുകൾ, കണ്ണൂരിലെ ഒരു കാലത്തെ മൈതാനത്തിന്റെ പട്ടണമാണ്. ഇന്ന് കണ്ണൂർ പോലീസ് മൈതാനം പോലീസ് കൊണ്ടുപോയി. ഞാനൊക്കെ കുട്ടിക്കാലത്ത് ഞാൻ ഇവിടെ 1962 തൊട്ട് കണ്ണൂർ ജീവിച്ച ആളാണ്. എനിക്ക് കണ്ണൂരിലത്തെ ഓരോ ചലനം അറിയാം, എത്ര മൈതാനം ഉണ്ടായെന്ന് അറിയാം. നിങ്ങൾ കണ്ണൂർ ഇന്നത്തെ പഴയ ബസ് സ്റ്റാൻഡ് തൊട്ട് നമ്മുടെ ട്രെയിനിങ് സ്കൂൾ വരെ തുറന്ന സ്ഥലമാണ്. ഒരു കളക്ടറേറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ 62-ൽ ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് വരുമ്പോൾ. ഞങ്ങൾ ബസ് കയറിയാൽ അവിടുന്ന് കയറിയാൽ ട്രെയിനിങ് സ്കൂൾ വരെ ബസ് കാണും ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്ന ഒരാൾക്ക്. അങ്ങനെയുള്ളൊരു സംവിധാനത്തിൽ നിന്ന് കണ്ണൂരിൽ ഇതൊക്കെ നഷ്ടപ്പെട്ടു. അപ്പോൾ ഉള്ള തുറസായ സ്ഥലം ഇനി നഷ്ടപ്പെടാതിരിക്കുക. കെട്ടിടങ്ങൾ പ്ലാൻ ചെയ്തെടുക്കുക. നിങ്ങൾ എത്ര 100 കണക്കിന് കെട്ടിടങ്ങളുണ്ട്. ആ കെട്ടിടങ്ങളൊക്കെ എന്ന് പറയുന്നത് ഒരു പദ്ധതി കിട്ടുമ്പോൾ 10 ലക്ഷം കിട്ടുമ്പോൾ 10 ലക്ഷത്തിൻ്റെ പദ്ധതി അവിടെ എടുക്കും, അവിടെ ഒരു 2 മുറി എടുക്കും. നേരെ മറിച്ച് പ്ലാൻ ചെയ്ത് ഇപ്പോൾ ജില്ലാ ആശുപത്രി തന്നെ 100 സ്ഥലത്ത് പരന്ന് കിടക്കുന്നതിന് ബദലായിട്ട് 5-6 ഏക്കർ സ്ഥലമുണ്ട്. അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു സ്ഥലത്ത് അതൊക്കെ നേരെ കോമ്പാക്റ്റായി ചെയ്താൽ ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടാവും. ഇത് പ്ലാൻ ചെയ്യേണ്ടതാണ്. സിറ്റി പ്ലാൻ ചെയ്യുമ്പോൾ ദീർഘവീക്ഷണത്തോടു കൂടി ചെയ്യണം. നിങ്ങൾ ഇപ്പൊ കിട്ടുന്ന ഫണ്ടിന് ഇപ്പം ചെയ്യുന്നില്ല. 1 ലക്ഷം കിട്ടിയ 1 ലക്ഷത്തിന്റെ ഫണ്ടല്ല ചെയ്യുന്നത്. ഒരു ചോദ്യം നിങ്ങളിപ്പം നമ്മൾ ഈ മേൽപ്പാലം സംബന്ധിച്ച് ഒരു ധാരണ താങ്കൾ പറഞ്ഞു. കോർപ്പറേഷൻ ഭരണം താങ്കളുടെ കയ്യിലാണ്, ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ താങ്കളാണ്, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി താങ്കളുടെ പാർട്ടിക്കാരനാണ്, കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി, ഏറ്റവും KPC പ്രസിഡന്റ് അടക്കമുള്ള നാടാണിത്. ഈ പദ്ധതികൾ നടപ്പിലാക്കാൻ എന്ത് കാര്യങ്ങളാണ് പ്രാഥമികമായി ഇപ്പം താങ്കൾ പറഞ്ഞ ഐഡിയ ഈ സാധനം നടക്കണോ, അതിന് വേണ്ടി എന്തെങ്കിലും അതിൽ പിന്നെ കഴിഞ്ഞ ദിവസം PW മിനിസ്റ്റർ ഇവിടെ വന്നിരുന്നു. നമ്മളെല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരോടും ആലോചിച്ച് അഭിപ്രായങ്ങൾ എടുത്ത് ഇപ്പോൾ കണ്ണൂരിലെ കുരുക്ക് നീക്കാൻ വേണ്ടി, കണ്ണൂരിൽ മാത്രമല്ല കണ്ണൂരിലെ പ്രാന്തപ്രദേശങ്ങളിൽ വാരം വലിയന്നൂരൊക്കെ, ഇപ്പം ഞാനിപ്പം വരുമ്പോൾ വാരത്തെ ബ്ലോക്കിൽ കുടുങ്ങിയിട്ടാണ് അരമണിക്കൂർ ലേറ്റായത്. അതൊക്കെ പരിഹരിക്കാൻ വേണ്ടി എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ജനപ്രതിനിധികളുടെയും അതുപോലെ തന്നെ വ്യാപാരി വ്യവസായ സമിതി എല്ലാ ആളുകളെയും ഒന്ന് മീറ്റിംഗ് വിളിച്ച് കാര്യങ്ങൾ ആലോചിക്കാൻ വേണ്ടി മുന്നണി തീരുമാനിച്ചിട്ടുണ്ട്. അത് പിന്നെ KPC പ്രസിഡന്റ് അതിന് മുൻകൈ എടുത്ത മന്ത്രിയാണല്ലോ, നമ്മളെ PW മിനിസ്റ്റർ സംസാരിച്ചിട്ടുണ്ട്. കോർപ്പറേഷൻ ആണ് അതിന് മുൻകൈ എടുത്ത് ചെയ്യും എന്ന് നമ്മൾ ആലോചിച്ചിരിക്കുകയാണ്. മറ്റൊന്ന് ഈ പറഞ്ഞതുപോലെ പിന്നെ നേരത്തെ വിട്ട ടീച്ചർ പറഞ്ഞ് ടൗൺ സ്ക്വയറിലെ വിഷയം. ടൗൺ സ്ക്വയർ ഒരു ഇലക്ഷൻ ട്രെൻഡായിട്ട് പണി തുടങ്ങിയതാണ്. നമുക്ക് കോർപ്പറേഷൻ്റെ അകത്ത് ഒരു പെർമിഷൻ്റെ പേപ്പറും ആ സമയത്ത് തന്നിട്ടില്ല. കോർപ്പറേഷൻ സംബന്ധിച്ചിടത്തോളം തടഞ്ഞു. ഈ പദ്ധതികൾക്ക് നിങ്ങളിപ്പോ ചർച്ച നടത്തി, നിങ്ങളിപ്പോ വിഭാവനം ചെയ്ത 2 മേൽപ്പാലങ്ങളെ കുറിച്ച് മാത്രം പറഞ്ഞാൽ അത് നടപ്പിലാക്കാൻ നിങ്ങൾ എന്ത് ചെയ്തിട്ട് പദ്ധതി സമർപ്പിച്ചോ? ഇല്ലില്ല, നമ്മൾ വന്നിട്ട് അതൊരു മാസത്തിലായിരിക്കും. അതിന്റെ ആലോചനകൾ നടത്തി വരികയാണ്. കണ്ണൂരിലെ എന്തായാലും ഈ 5 വർഷത്തിനകം കണ്ണൂരിലെ ഇന്നത്തെ ഈ ട്രാഫിക് മേൽപ്പാലങ്ങൾ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ യാഥാർത്ഥ്യമാക്കണം എന്നതാണ് നമ്മൾ ആക്കുമെന്നാണ് പ്രതീക്ഷ. ശ്രമം ഒന്നുകൂടി പറഞ്ഞു ആത്മവിശ്വാസം കുറവുണ്ട്. ഇല്ലില്ല, നമ്മളെ കാരണം പ്രതീക്ഷ പ്രതീക്ഷ എന്ന് പറയുന്ന ഒരു പ്രശ്നമാണ്. അധികാരം കയ്യിലുള്ള ഇത്രയും സംവിധാനങ്ങൾ ഇപ്പോ നിങ്ങളുടെ കയ്യിലാണ്, ബാറ്ററി നിങ്ങളുടെ കയ്യിലാണ്, നിങ്ങൾക്ക് നടപ്പിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. അപ്പോഴും എനിക്ക് മുന്നോട്ട് പോകുന്ന പറഞ്ഞേ എന്തുകൊണ്ട് ഞങ്ങൾ ഇത് നടപ്പിലാക്കുന്നില്ല? തന്നെ കണ്ണൂരിലെ ട്രാഫിക് ജാം ഒഴിവാക്കാനുള്ള
എല്ലാ ശ്രമങ്ങളും ആ. നമ്മൾ നടത്തില്ല. യാതൊരു സംശയവും. മറ്റൊന്ന് ടീച്ചറോട് പറഞ്ഞു, MLA-യുടെ എല്ലാ പദ്ധതികളും UDF തുരങ്കം വെക്കും. വെക്കും. അത് അസംബന്ധമാണ്. MLA ഫണ്ട് കൊടുക്കുന്ന ഇവരെ പാർട്ടി പറഞ്ഞിട്ടാണ് MLA കൊടുക്കുക. ഏത് ഭാഗത്താണ്? അതെല്ലാ പാർട്ടിക്കാരും അത് യാതൊരു സംശയമില്ല. UDF UDF ഒരു പരിധി വരെ ജനങ്ങളോടൊക്കെ കാര്യങ്ങൾ ആലോചിക്കാറുണ്ട്. ഇവരെ സ്വാഭാവിക പാർട്ടി CPM ഒരു കേട്ട സ്വഭാവമാണ് അങ്ങനെ ചെയ്യാറ്. ഞാനിപ്പോ ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഒരുപാട് ഉദ്ഘാടന മാമാങ്കം വെച്ചു കടന്നപ്പെടുന്നു. എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഉദ്ഘാടന മാമാങ്കത്തിന് നമ്മൾ പങ്കെടുക്കുന്നില്ല. കാരണം ഉദ്ഘാടന മാമാങ്കം അക്കൂട്ടത്തിൽ ഉദ്ഘാടന മാമാങ്കം ടൗൺ സ്ക്വയറിൽ നടന്നത് തലക്കല്ലിടൽ മാമാങ്കം. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഇപ്പൊ കുടിക്കമട്ട് ടൗൺ സൗന്ദര്യവൽക്കരിച്ചിട്ടുണ്ട് അദ്ദേഹം, ഏച്ചൂർ ടൗൺ. ഞാൻ ചോദിച്ചു, മന്ത്രി കണ്ണൂരിന്റെ പ്രാന്ത പ്രദേശമാണ് വലിയൊരു ഭാഗം, എന്താ അവിടെ ഫണ്ട് കൊടുത്തില്ല, എന്താ അവിടെ വികസനം കൊണ്ടുവന്നില്ല, എന്താ അവിടെ സൗന്ദര്യവൽക്കരിച്ചില്ല? എന്നാൽ മുഖ്യമന്ത്രിയുടെ മണ്ഡലം ധർമ്മടത്ത് കാവുമൂല ടൗൺ പോയി നോക്കിയാൽ അറിയാം. കാവുമൂല ടൗൺ നോക്കിയാൽ സത്യത്തിൽ രാത്രി കാറിൽ ഉറങ്ങിപ്പോയി പെട്ടെന്ന് ഞെട്ടിയാൽ കണ്ണൂർ പട്ടണം തോന്നിപ്പോകും. ആ രീതിയിൽ അതിന്റെ അപ്പുറത്ത് കണ്ണൂർ പട്ടണത്തിലോ അല്ലെങ്കിൽ കണ്ണൂർ മണ്ഡലത്തിന്റെ പ്രദേശങ്ങളിലോ ഇതുപോലുള്ള ഒരു വികസനം കൊണ്ടുവരുവാൻ തയ്യാറായിട്ടില്ല. അതിന്റെ കാരണം എന്താണെന്ന് നമുക്കറിയാലോ, രാഷ്ട്രീയമാണ്. ശ്രീ രഘുനാഥിൽ നിന്നാണ് തുടങ്ങുന്നത്. കാരണം എന്താണെന്നറിയോ, കേന്ദ്ര ഫണ്ടുകൾ കുറെ ഇങ്ങനെ വരുന്നുണ്ട്. എന്തെങ്കിലും ആശയങ്ങളുണ്ടോ എന്റെ ഈ ചോദ്യത്തിന്? ഒന്ന് ദേശീയപാതയാണ് വളപട്ടണം തുടങ്ങുന്നത്. എന്തെങ്കിലും മനസ്സിൽ വല്ല ഐഡിയ ഉണ്ടോ? എന്തെങ്കിലും അത് പങ്കുവച്ചിട്ട്? ഇപ്പോഴേ താഹിറോട് എനിക്ക് പറയാനുള്ളത്, ചോദിച്ച ചോദ്യത്തിന്റെ ഭാഗമായിട്ട് നിങ്ങൾ ഈ അലൈൻമെന്റിലൊരു മാറ്റം വരും. ഇപ്പോഴേ AKG എന്നുള്ളത് നിങ്ങൾക്ക് ചെയ്യുന്ന സമയമല്ലേ, എന്തുകൊണ്ട് എക്സ്റ്റെൻഡ് ചെയ്തുകൂടാ? അതുപോലെ താഴെ ചുമത്ത് വളപട്ടണം വരെ പോയി. വളപട്ടണം വരെ പോട്ടെ, അല്ലെങ്കിൽ പുതിയ തെരുവ് വരെ പോട്ടെ. പുതിയ തെരുവിൽ നിന്ന് സമാധാനം, ഞാനിതൊന്നും പറയുന്നത് നിലവിലുള്ള റോഡുകൾ പറ്റുന്ന രീതിയിൽ വികസിപ്പിക്കുക. സമാന്തരമായ പാതകൾ കണ്ടെത്തുക തന്നെ വേണം. സമാന്തരമായ പാതകൾ കണ്ടെത്തണം. വളപട്ടണത്തിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ, വലിയ വാഹനങ്ങൾ മുഴുവൻ ബൈപ്പാസിലൂടെ തിരിച്ചുവിടണം, നാഷണൽ ഹൈവേയിലൂടെ തിരിച്ചുവിടണം. ഒപ്പം തന്നെ ഈ പട്ടണത്തിനകത്ത് കയറുന്ന ഹെവി ഡ്യൂട്ടി വെഹിക്കിൾസ് നോ എൻട്രി വെക്കണം. വലിയ വലിയ പട്ടണങ്ങൾ ചെയ്യുന്ന പോലെ രാത്രി 9 മണിക്ക് നിങ്ങൾ കയറ്റിവിടണം. 9 മണിക്ക് ശേഷമാണ് പല പട്ടണങ്ങളിലും രാത്രി കാലത്ത് ഹെവി ഡ്യൂട്ടി വെഹിക്കിൾസ്, മാർക്കറ്റിൽ വരുന്ന വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് സംഗീത ടാക്കീസിനടുത്താണ്. ശരിക്കും ശ്രദ്ധിച്ചോന്നറിയാം. പുതിയ പാലം വരേണ്ട സമയം കഴിഞ്ഞില്ലേ? അല്ലേ? എത്ര വർഷം മുന്നേയുള്ള പാലം? എത്ര വർഷം മുന്നേയുള്ള പാലം? കാരണം ആ പാലം പോരല്ലോ, ഇന്നത്തെ വാഹന പെരുപ്പം അനുസരിച്ച് ആ പാലം പോരല്ലോ. അതിനൊരു നിർദ്ദേശം വളപട്ടണം പുഴ കുറുകെ ഇപ്പം വന്നത് 6 ലൈൻ പാലം അത് മാത്രമേ വന്നുള്ളൂ. അത് വന്നുള്ളൂ. ആ പാലും റോഡും വികസിക്കേണ്ടതുണ്ട്. 2012 നമ്മുടെ സുധാകരൻ MP ഒരാശയം വെച്ചിരുന്നു. ഈ പറഞ്ഞതുപോലെ വളപട്ടണം പാലം തുടങ്ങി ബാംഗ്ലൂരൊക്കെ അന്ന് ഇത്രയും ദീർഘ ഉള്ള മേൽപ്പാലം ഉണ്ടായിരുന്നു. അതുകൊണ്ടൊന്ന് പിന്നെ അന്ന് അദ്ദേഹം പറഞ്ഞത്, ആ പാലം വളപട്ടണം പാലത്തിൻ്റെ അടുത്ത് തുടങ്ങി നമുക്കിതുപോലെ പിന്നെ അവിടെ ചാല വരെ അവസാനിപ്പിക്കുന്ന രീതിയിൽ ഒരു വലിയ മേൽപ്പാലം കൊണ്ടുവരുന്ന ആശയം അന്ന് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ പിന്നെ നടന്നില്ല. അതുപോലെ വന്നാൽ മാത്രമേ നിങ്ങൾ ഈ പറഞ്ഞ പൂർണ്ണമാവും. ഇപ്പം അങ്ങനെ ചെയ്യാമെങ്കിൽ ഏതായിരുന്നാലും നേരത്തെ രഘുവേട്ടൻ പറഞ്ഞതുപോലെ ഈ ബൈപ്പാസിൻ്റെ അലൈൻമെൻറ്റ് ഏതായാലും മാറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ രീതിയിൽ പുതിയ ദൂരെന്നെങ്കിലും തുടങ്ങുന്ന രീതിയിൽ. അതിലൊരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, ആ സമയത്ത് സുധാകരേട്ടൻ ആ നിർദ്ദേശം വെച്ചപ്പോൾ തൊട്ട പിറ്റേത്തെ ദിവസം പത്രത്തിൽ കച്ചവടക്കാർ പ്രതിഷേധമുണ്ടായി. നമ്മളെ നാട്ടിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, ഒരു പുതിയ പദ്ധതി വരുമ്പോൾ അതിൽ കക്ഷിരാഷ്ട്രീയമൊന്നുമില്ല. ഇപ്പം കച്ചവടക്കാരുടെ പ്രശ്നം ഉണ്ടായിരുന്നു. എല്ലാ കച്ചവടക്കാരും ഇടതുപക്ഷ സർക്കാർ അതെ അല്ല അത് അല്ല ഇടതുപക്ഷ സർക്കാർ കൊണ്ടുവന്നതല്ല, അത് നേരത്തെയുള്ള പദ്ധതിയാണ്. നേരത്തെ അങ്ങനെയെങ്കിൽ 2003 2003 മുനീർക്ക മന്ത്രിയായ സമയത്ത് കൊണ്ടുവന്നൊരു പ്രൊജക്ട് ഉണ്ട്, എക്സ്പ്രസ് ഹൈവേ. അതിന് അതിശക്തമായി ജമാഅത്തെ ഇസ്ലാമും CPM-ഉമാണ് അതിശക്തമായ സമരമായിട്ട് മുന്നോട്ട് വെച്ച് നിർത്തിച്ചത്. അല്ല ഇപ്പം കൊണ്ടുവന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ടല്ലത്. കേന്ദ്ര ഗവൺമെന്റ് അവർ കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്ന പദ്ധതിന്റെ കൂടെ നിൽക്കുന്നില്ല. വേറെ എന്താ ചെയ്തത്? അതിലും ഈ തെരഞ്ഞെടുപ്പിൽ കച്ചവടക്കാൻ നോക്കി. സാഹിബ് അസംബ്ലി പറഞ്ഞിട്ടുണ്ട്, കേന്ദ്രം തന്ന ഫണ്ട് അതിലും കച്ചവടം നോക്കി. ഗ്യാസ് പറഞ്ഞു 2024 ജനുവരി നമ്മളതല്ലേ. എന്തായാലും പറയാലോ, UDF കൊണ്ടുവന്ന മുഴുവൻ പദ്ധതികൾ അട്ടിമറിക്കാൻ ശ്രമിച്ച ഇവരായിരുന്നു. അതിലൊരു സംശയമാണ്. ഗെയിൽ പദ്ധതി ആയാലും ശരി, ഗെയിൽ പദ്ധതി ആയാലും എപ്പോഴും നമുക്കെന്താ സന്തോഷം, നിതിൻ ഗഡ്കരിയുമായിട്ട് ചേർന്നിട്ട് ഈ നമ്മുടെ പഴയ മുഖ്യമന്ത്രി പോയി കണ്ടതിന്റെ പേരിൽ കാര്യങ്ങളൊക്കെ കുറച്ച് ഭംഗിയായിട്ടുണ്ട്.
എന്തായാലും ഇടതുപക്ഷത്തിൻ്റെ കാലത്ത് പദ്ധതി വന്നിട്ടുണ്ട്. ഞങ്ങൾ ഇതിനൊന്നും എതിരല്ല. ഞങ്ങൾ പറയുന്ന രാജ്യത്ത് വികസനം ഉണ്ടാവണം. അത് ഭരണമാറ്റം ഉണ്ടാകുമ്പോൾ നിർത്തിവെക്കാൻ പാടില്ല. അതിന്റെ ഭാഗമാണല്ലോ ഞങ്ങൾ കൊടുത്ത കാശാണെങ്കിലും അങ്ങനെ ഒരു പദ്ധതി കൊണ്ടുവരാൻ അവർക്ക് സാധിക്കും. കാരണം അതെന്തുകൊണ്ടറിയോ, അന്ന് ഈ അലൈൻമെന്റ് ആയാലും ശരി, ഈ പദ്ധതി കൊണ്ടുവരുമ്പോ എതിർത്തിരിക്കുന്ന ഇടതുപക്ഷമാണ്. ഇടതുപക്ഷം ഭരണത്തിൽ വരുമ്പോ പദ്ധതി നടപ്പാക്കും. ഗെയിം പദ്ധതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങള് പറയുന്നത് ഭരണം മാറുമ്പോഴും എതിർക്കരുത്. മറുപടി പറയാൻ സമയം തരാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് നേരത്തെ ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി മേയർ പറഞ്ഞത് LTFന്റെ പദ്ധതികൾ CPMന്റെ ഓഫീസിൽ തീരുമാനിക്കുന്ന പദ്ധതികളാണ്. ഈ കണ്ണൂർ അസംബ്ലി മണ്ഡലത്തിൽ വിദ്യാഭ്യാസ മേഖലയില്, ആരോഗ്യ മേഖലയില്, പൊതുഗതാഗത സൗകര്യം, ടൂറിസം, എല്ലാ മേഖലയിലും 6400 കോടി രൂപയുടെ വികസന പദ്ധതികളാണ് കൊണ്ടുവന്നത്. CPMന്റെ ലൊക്കാലിറ്റി എന്താ മുഴപ്പാല ടൗണ്, അവിടെ CPM മാത്രമാണ് ഉള്ളത്. അതുപോലെ തന്നെ കുടിക്കുമട്ടയിൽ എന്താ കുഴപ്പം, ഏച്ചൂർ എന്താ കുഴപ്പം? ക്രമേണ ഇതിന്റെ ഭാഗമായിട്ട് വാലത്തും വലിയന്നൂരും വരും. അതന്നെ നിങ്ങൾ വരട്ടെ, ഞാൻ പറയട്ടെ. 11 റോഡുകൾ സിറ്റി റോഡ് ഇംപ്രൂവ്മെന്റ് പദ്ധതിയുടെ ഭാഗമായിട്ട് ബ്യൂട്ടിഫിക്കേഷൻ ഉൾപ്പെടെയാണ് ആ പദ്ധതി. ആ പദ്ധതിയില് ഇപ്പോ ഈ ടൗണിന്റെ ഈ ഭാഗത്തൊക്കെ കോർപ്പറേഷൻ ഓഫീസിന്റെ ഭാഗത്ത് ഇങ്ങനെ ബാരിക്കേഡ് പോലെ ഉണ്ടല്ലോ, അതൊക്കെ ഈ 11 റോഡുകളുടെ ഇംപ്രൂവ്മെന്റ് പദ്ധതിയുടെ ഭാഗം 3 റോഡിന്റെ പണിയെ പൂർത്തീകരിച്ചിട്ടുള്ളൂ. ബാക്കി റോഡുകളുടെ വർക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെല്ലാം നിരവധി കേസുകൾ ഉണ്ടായത് കൊണ്ടാണ് ഇതെല്ലാം ഈ പറയുന്ന വേഗത പറയുന്നത്. ഒരു കേസ് കോടതിയിലെത്തിയാൽ നിങ്ങൾക്കറിയാലോ, അത് പരിഹരിക്കാതെ അതിന്റെ സ്ഥലം ഏറ്റെടുത്ത് കാശ് കൊടുക്കൽ അത് അനുഭവിച്ചവരാണ് ഞങ്ങള്. ഞങ്ങൾ അതിന്റെ സെറ്റിൽമെന്റിന് വേണ്ടിയിട്ട് ഒരുപാട് നമ്മുടെ പാർട്ടി എന്ന രീതിയിലും ഞങ്ങൾ പോലീസിനെ ഉപയോഗിച്ച് അത് സമരക്കാരെ അടിച്ചമർത്തലൊന്നല്ല, ജനങ്ങളെ കൺവിൻസ് ചെയ്തിട്ട് ഈ പദ്ധതിയുടെ ആവശ്യകതയെ കുറിച്ച് ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് തന്നെയാണ് മുന്നോട്ട് പോയത്. അപ്പം ആ രീതിയിലുണ്ടായ കാലതാമസമാണ്. അതുപോലെ തന്നെ ഈ പറഞ്ഞ പാലത്തിന്റെ കാര്യത്തിൽ നമുക്ക് അങ്ങനെ ഒരു നിർദ്ദേശം, അങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വെക്കേണ്ട സമയം ആയിരുന്നു. വേണ്ട, അങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വെക്കേണ്ട. രണ്ടാമത് പാലം കൂടെ മുന്നോട്ട് വെക്കണ്ടേ? എന്താണ് ഇതിന് ബദലായി വേറൊരു പാലം കൂടി വരണം. പിന്നെ അനധികൃത പാർക്കിങ്ങിന്റെ ഇവര് കണ്ണൂർ കോർപ്പറേഷൻ വലിയ സ്വപ്ന പദ്ധതി എന്ന രീതിയിലാണ് ഒരു മൾട്ടി ലെവൽ കാർ പാർക്കിംഗ്, കാറുകളെല്ലാം ആശയം കൊണ്ടുവന്നാലും അത് നടപ്പിലാക്കും. കേരളത്തിലെ ഏതെല്ലാം പട്ടണങ്ങളിൽ അത് യാഥാർത്ഥ്യമായിട്ടുണ്ട്? എന്തേ കണ്ണൂർ കോർപ്പറേഷൻ വലിയ പൈസ 2018 പിന്നെ ടീച്ചറെ മേയറുള്ള സമയത്താണ് പദ്ധതി കൊണ്ടുവന്നത്. പിന്നെ LDF പ്രഖ്യാപിക്കറിയോ, പൂർത്തിയാക്കൂരല്ലോ ഇപ്പോഴുള്ള പോലെ. അതിനുശേഷം പിന്നെ UDFന്റെ കോർപ്പറേഷൻ വന്നപ്പോ ആ പദ്ധതി ടെൻഡർ വിളിച്ചു, അതൊരു കമ്പനിക്ക് കൊടുത്തു. അതിന്റെ പിന്നെ ഈ കഴിഞ്ഞ ഞാൻ പിന്നെ ഡെപ്യൂട്ടി മേയർ ചുമതലയേക്കുന്ന സമയത്ത് അതിന് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ പെർമിഷൻ കിട്ടിയിട്ടായിരുന്നു. അത് പെർമിഷൻ കിട്ടി. അത് സംബന്ധമായി ജൂലൈ മാസം അത് ജനങ്ങൾക്കായി ഉപയോഗിക്കുന്ന അതിന്റെ ഒരു സാങ്കേതികത്വം, അതിന്റെ പെർമിഷന്റെ വിഷയം. അതോടൊപ്പം ആ പെർമിഷന്റെ സമയം അതിന്റെ പിന്നെ കൺസ്ട്രക്ഷൻ കമ്പനിക്ക് ഒരു എമൗണ്ട് കൊടുക്കാനുണ്ട്. നമ്മൾ സർക്കാർ 12.12 കോടിയാണ് ഈ കാർ പാർക്കിംഗ് ഇവർ നീക്കി വെച്ചത്. ഒരു വാഹനം അതിൽ ഇതുവരെ കയറിയിട്ടില്ല. 2 തവണ ഉദ്ഘാടനം ചെയ്തു. ഒന്ന് സുധാകരൻ ചെയ്തു, ഒന്ന് മേയറും ചെയ്തു. 2 തവണ ഉദ്ഘാടനം ചെയ്തു. അതൊരിക്കലും പ്രാവർത്തികമാവില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയാം. എന്തുകൊണ്ടെന്ന് കൂടെ പറയാം. കാരണം അതിനകത്തുള്ള മുഴുവൻ മെഷീനറിയും ഇവർ എന്താണ് പറയുക, അത് ഏകദേശം തകരാറായിട്ടുണ്ട്. അത് മുഴുവൻ തുരുമ്പ് പിടിച്ചിട്ടുണ്ട്. 12.21 കോടി രൂപ. കാരണം ഇവർ അത് എന്തിനു വേണ്ടിയാണ് ചെയ്തതെന്നൊക്കെ നമുക്കറിയാം. ഞാനത് എപ്പോഴും പോരാടിക്കൊണ്ട് എന്തിനു വേണ്ടി പൈസ വാങ്ങാൻ തന്നെയായിരിക്കും. എന്തായാലും 10% ആദ്യം കൊടുക്കാൻ ഒരു ലെറ്റർ താഹിറിന് ഇതിൽ പങ്കിട്ടാവും. പക്ഷെ താഹിറിന്റെ പാർട്ടിക്കും പങ്കിട്ടാവും.
അതിന്റെ പാർട്ടി ഇവിടെ എന്റെ ഭരിച്ചാണ്. പാർട്ടി ആരും ഓക്കേ. ഇല്ല. ഞാൻ ഗൗരവമുള്ള ആരോപണം ഇതുപോലെ പാർട്ടി അത്രയും കാര്യമായിട്ടുള്ള ഒരു ഞാൻ ബോധം പറ്റില്ല. ഇന്ന് പോലെയല്ല 12.21 കോടി രൂപ ചെലവഴിച്ച് ഉണ്ടാക്കിയ ഒരു 2 കാർ പാർക്കിംഗ്. ആ കാർ പാർക്കിംഗ് ഞാനന്ന് ഇവരോട് പറഞ്ഞത്, ഞാൻ ഇവരോട് കൂടെയുള്ള പറഞ്ഞത് നടപ്പാക്കരുത്. അന്ന് താഹിറും ഞാനും ഉണ്ടാവും. ഞാൻ അവരോട് പറഞ്ഞതാണ് നിങ്ങൾ ഇത് നടപ്പാക്കണ്ട, ആ സ്ഥലമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഇത് കെട്ടാതെ തന്നെ 100 വണ്ടി പാർക്ക് ചെയ്യാം. ഇപ്പൊ അവിടെ 100 വണ്ടിയെ പാർക്ക് ചെയ്യാം. 12.21 കോടി രൂപ വെറുതെ വെച്ചിരുന്നെങ്കിൽ ഒരു കൊല്ലം എത്ര കിട്ടുമായിരുന്നു അറിയോ? ഒരു കൊല്ലം പലിശയായിട്ട് 1 കോടി രൂപ കിട്ടും. ഇല്ല, പലിശ വേണ്ട, 1 കോടി രൂപ കിട്ടുമായിരുന്നു. പദ്ധതിന്റെ പൈസ ഒക്കെ ബാങ്കിൽ ഇട്ടാൽ പദ്ധതി ഉണ്ടാവും. ചെയ്യണ്ട. പക്ഷെ നിങ്ങൾ അതിനുള്ള വരുമാനം നോക്കിയിരുന്നു. ഒരു ദിവസം 100 വാഹനം വെച്ചാൽ നിങ്ങൾക്ക് കിട്ടും എത്രയാ? 10,000 രൂപ കിട്ടും. അതിന് വരുമാനമല്ല. അടിസ്ഥാന പ്രശ്നം കമ്മീഷൻ. ഞാൻ ചോദിക്കട്ടെ, വരുമാനം വേണ്ട, വരുമാനത്തെ വിടും. നിങ്ങൾ ഇതിനകത്ത് 12.21 കോടി രൂപ ചെലവഴിച്ചിട്ട് ഒരു വാഹനം വെക്കാതെ ഇപ്പോഴും പറയുന്ന കേട്ടോ അയാൾക്ക് വീണ്ടും പൈസ കൊടുക്കാനുണ്ട്. അയാൾക്ക് എങ്ങനെ നിങ്ങൾ വീണ്ടും പൈസ കൊടുക്കുക? AMC ഞാൻ കഴിഞ്ഞ ആഴ്ച നിങ്ങളുടെ പത്രസമ്മേളനത്തിൽ കണ്ടാണ്. AMC തുക വെക്കാതെ നിങ്ങൾ അഗ്രിമെന്റ് വെക്കാൻ പറ്റുമോ? ഞാൻ കോൺട്രാക്ടറാണ്, കേരള ഗവൺമെന്റുമായിട്ട് 14 ജില്ലയിൽ കോൺട്രാക്ട് ഏറ്റെടുക്കുന്നതാണ്. ഇപ്പോഴും ഇടതുപക്ഷത്തിന്റെ കാലത്തും ഞാൻ പറയാം, നിങ്ങളൊരു അഗ്രിമെന്റ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രാവർത്തികമാക്കാൻ AMC ഇപ്പം പറഞ്ഞ CMC ഇല്ലാതെ നിങ്ങൾ എങ്ങനെ അഗ്രിമെന്റ് വെച്ച്? കോംപ്രഹെൻസീവ് മെയിൻ്റനൻസ് കോൺട്രാക്ട് വേണം. നിങ്ങളൊരു അഗ്രിമെന്റ് വെക്കുമ്പോൾ അത് ഇദ്ദേഹത്തിന് പറയാൻ കഴിയും. അത് ഇദ്ദേഹത്തിന് അതിൽ പങ്കിട്ടാവുന്നില്ല. ഇദ്ദേഹത്തിന്റെ മുൻഗാമികൾക്ക് അതിൽ എനിക്ക് എന്റെ മുൻഗാമികൾക്കൊന്നും പങ്കില്ലേ. ഓണത്തിൽ പറഞ്ഞു പോകുന്നത് പോലെയല്ല. തമാശ പറഞ്ഞാല് 10% കമ്മീഷൻ വാങ്ങി തീർച്ചയായിട്ടും ആരാണ് വാങ്ങിയത്? അത് ആരെങ്കിലും വാങ്ങിയിട്ടുണ്ടാവും. പറയാൻ പറ്റുമോ? ഞാൻ ചോദിക്കട്ടെ, കമ്മീഷൻ കോൺട്രാക്ടർ ഞാൻ പറയാം, ഞാൻ കൊടുക്കാറില്ല. പക്ഷെ കൊടുക്കുന്ന ആളുണ്ടാവും. എനിക്കറിയാം, വാങ്ങുന്നവരെ അറിയാം. ഒരു കാര്യം വെറുതെ ആരോപണം ഞാൻ ഉന്നയിക്കില്ല. ഒരു മിനിറ്റ്, ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. കൊടുക്കുന്നവരെ താങ്കൾക്കറിയാം, വാങ്ങുന്നവരെ താങ്കൾ അറിയാം. ഞാൻ വെളിപ്പെടുത്താൻ തയ്യാറില്ല. ഞാൻ വെളിപ്പെടുത്താൻ തയ്യാറില്ല. സ്വകാര്യ സംഭാഷണം നിങ്ങൾ കേസ് കൊടുത്താൽ എനിക്ക് ഒന്നുമല്ല. ഞാനിത് പരസ്യമായിട്ടല്ലേ പറയുന്നത്, അറിയുന്നല്ലേ. ഞാൻ പറയുന്നത് കണ്ണൂർ കോർപ്പറേഷൻ അപ്പോഴും ഞാൻ പറയുന്നതൊക്കെ പറഞ്ഞോളും. 12.21 കോടി രൂപ ഇത് പദ്ധതി വിഹിതത്തിൽ നിന്ന് കമ്മീഷൻ വാങ്ങിയിട്ടുണ്ട്. ഞാനിപ്പോഴും ആരോപിക്കുന്നു. ഇത് മാത്രമല്ല, ചേലോറ ട്രെഞ്ചിങ് ഗ്രൗണ്ട്, ഒപ്പം തന്നെ STP പ്രോജക്ട്, ഇവിടെ പൊടിയടിക്കുന്ന മെഷീൻ എത്രയെന്ന് ഞാൻ പറഞ്ഞുതരാം. ജൽമിഷൻ പദ്ധതി, ഇതിൽ നിന്നൊക്കെ എത്ര കമ്മീഷൻ വാങ്ങിയെന്ന് അറിയുന്ന ഒരാളാണ് ഞാൻ. എനിക്കറിയാം. പക്ഷെ ഞാൻ നിങ്ങളോട് പറയില്ല, കോടതിയിൽ നിങ്ങൾ പറയുമ്പോൾ ഞാൻ പറഞ്ഞുതരാം ആര് വാങ്ങി. ഇത് ഒരു ചാനൽ ചർച്ചയാണ്. ഈ നാടിന്റെ സമ്പത്ത് കൊള്ളയടിക്കലാണ് ഈ കൈക്കൂലി എന്ന് പറയുന്നത്. ആ കൊള്ള നടത്തിയവരെ താങ്കൾക്ക് അറിയാമെങ്കിൽ പറയുന്ന സ്ഥലങ്ങളിൽ തീർച്ചയായിട്ടും പറയും. നിങ്ങൾ അതൊരു കേസായിട്ട് വന്നോട്ട് ഞാൻ പറയും. ഞാൻ വാങ്ങിയവരെ ഒരു പൊതുസമ്മേളനത്തിൽ പ്രസംഗിക്കും പോലെ പ്രശ്നമില്ല. ഒരു പ്രശ്നം ഒന്നിക്കലും ഒരാളെ പേര് പറയണം. ശരിക്കും പറഞ്ഞാൽ കൈക്കൂലി ഞാൻ കോണ്ടാക്ടറാണ്, എനിക്കറിയാം പല ആളും കൊടുക്കലുണ്ട്. പിന്നെ റിവേട്ടൊരു വർക്ക് കൊടുക്കാം, എനിക്കൊരു കമ്മീഷൻ ഇതില് ആരോ പേര് പറയാൻ താല്പര്യമുണ്ട്. എനിക്കറിയാം, ഞാൻ ഇതിൽ കിടന്നോട്ടേ താഹിറിനെ അറിയാം. നടന്നിട്ടില്ല എന്നാണ്. ഞാനതിന്റെ കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിന്റെ സ്റ്റിയറിംഗ് കമ്മിറ്റി ഉള്ളവരാണ് എന്ന് പറഞ്ഞാൽ DC പ്രസിഡന്റ്, ജില്ലാ പ്രസിഡന്റ് ഞാൻ എടുക്കുള്ള. ഇത് ഒക്കെ നമ്മൾ ഈ വർക്കൊക്കെ അനലൈസ് ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ അത് സംബന്ധമായി ഒരു അഴിമതിയും നടന്നിട്ടില്ല എന്നാണ്. ശരി. കണ്ണൂർ കോർപ്പറേഷൻ കഴിഞ്ഞ 5 വർഷക്കാലം ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലും പരസ്യമായി ഞങ്ങൾ ഉന്നയിച്ച ഒരു വിഷയം അഴിമതി ആരോപണം തന്നെയാണ്. അതായത് പ്രത്യേകിച്ചും മാലിന്യ സംസ്കരണ പ്ലാന്റുമായി ബന്ധപ്പെട്ട് അതിന് തെളിവുകൾ കണ്ണൂർ കോർപ്പറേഷന്റെ വിജിലൻസ് അന്വേഷണം അവിടെ നടന്നിട്ടുള്ളതും, അതുപോലെ തന്നെ നിരവധി വിഷയങ്ങൾ, അതുപോലെ തന്നെ STPയുമായി ബന്ധപ്പെട്ട് ഒക്കെ ഞങ്ങൾ ആരോപിക്കുന്ന ഒരു വിഷയം LDF സമരത്തിലൂടെയും അതുപോലെ തന്നെ പ്രത്യക്ഷ സമരം തന്നെ അവിടെ നടത്തിയിട്ടുണ്ട്. അതിൽ ഈ പറയുന്ന പദ്ധതികളുടെ കാലതാമസം, അതുപോലെ തന്നെ അഴിമതി, ഇതൊക്കെ ഞങ്ങൾ അന്നേ പറഞ്ഞിട്ടുള്ള കാര്യമാണ്.
അതുകൊണ്ട് ഓക്കെ, നമ്മുടെ സമയം തീരുകയാണ്. ഈ ചർച്ചയിൽ അല്ല ആ സമരമൊക്കെ നടത്തിയിട്ട് നമ്മള് ഭൂരിപക്ഷം വന്നതിനൊന്നും നോക്കണ്ട. ഒരു മിനിറ്റ് ഒന്നും കൂടെ പറഞ്ഞാൽ മതി. കണ്ണൂർ കോർപ്പറേഷനകത്ത് കാലാകാലങ്ങളിൽ നടന്ന പദ്ധതികളിൽ ഒരുപാട് അഴിമതി നടന്നിട്ടുണ്ട്. ആഖിർ പുതിയ ആയതുകൊണ്ട് മനസ്സിലാക്കി. ഞങ്ങൾ ഇതിന്റെ നിങ്ങളെ സമിതിയിൽ ഇരുന്നതാണ്. ഞങ്ങൾ എന്തുകൊണ്ട് നിങ്ങളെ സമിതിയിൽ അതില്ലേ ഞാൻ പറയട്ടെ, ഞാൻ ഈ സമിതിയിൽ ഇരുന്നതാണ്. ഞാൻ എന്തുകൊണ്ട് ആ സമിതിയിൽ നിന്ന് പുറത്തു പോയത് ഞങ്ങളൊക്കെ ഇതിനെ എതിർത്തി. അത് ആഖിർ ഉണ്ടാവില്ല. പക്ഷെ നിങ്ങളെ UDF ഘടകകക്ഷികൾ എന്നുള്ള രീതി കോൺഗ്രസിനകത്ത് ഞാൻ ഉണ്ടായാണ്. എനിക്കറിയാം, ഞാൻ അതിനെ എതിർത്തിയാണ്. ഞാൻ പൂർണ്ണമായും ആധികാരികമായി പറയുന്നു, കണ്ണൂർ കോർപ്പറേഷനകത്ത് പദ്ധതികളിൽ അഴിമതി നടത്തിയിട്ടുണ്ട്. നാളെ നിങ്ങൾ എവിടെ കേസ് കൊടുത്താലും കോടതിയിൽ ഞാൻ മറുപടി നിങ്ങൾക്ക് അഴിമതി നിങ്ങൾ അറിഞ്ഞിട്ട് അറിയിക്കാതെ ഞാൻ പറയേണ്ടടുത്ത് പറയും. പറഞ്ഞിട്ടുണ്ട്. പ്രേക്ഷകരെ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ കണ്ണൂരിന്റെ കുരുക്കഴിയുന്നതിനെ സംബന്ധിച്ച് നേർരകയിൽ വ്യക്തമായ പദ്ധതികളാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് ഭരണകക്ഷിയിലെ ഡെപ്യൂട്ടി മേയർ അതൊന്ന് ഓർത്തിരിക്കണം. അപ്പൊ താഹിർ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി ചെയ്തില്ലെങ്കിൽ ജനങ്ങൾ ഇപ്പോൾ പ്രതികരിക്കുന്നത് നിശബ്ദമായിട്ടാണ്. 5 വർഷം കഴിഞ്ഞ് ഇവരെ പിടിക്കണം. അവിടെ കൃത്യമായി ഓർമ്മ. പിന്നെ അവസാനം പറഞ്ഞൊരു കാര്യമുണ്ട് ശ്രീ രഘുനാഥ്, ഈ പാർക്കിങ്ങിലൊക്കെ 12 കോടിയുടെ 10% ആദ്യം തന്നെ കൈപ്പറ്റിയിട്ടുണ്ട്. അപ്പൊ 1,20,00,000 രൂപയുടെ അല്ലെങ്കിൽ വളരെ വ്യക്തമായി പറഞ്ഞൊരു കേസാണ്. അദ്ദേഹത്തിന് അറിയാം, അദ്ദേഹം കൊടുത്തവരെ അറിയാം, വാങ്ങിയവരെ അറിയാം. അപ്പൊ കാണുന്ന പ്രേക്ഷകർ, രഘുവേട്ടൻ അത് ഞാൻ തെരഞ്ഞെടുപ്പ് സമയത്ത് ഈ ഇത്തരം ഒരു അഴിമതി നടന്നിട്ടുണ്ടെങ്കിൽ അവരെ കൽത്തുറങ്കലിൽ അടക്കേണ്ടത് ശ്രീ രഘുനാഥിന്റെയും ഇവിടുത്തെ പൊതുജനങ്ങളുടെയും ഉത്തരവാദിത്തമാണ്. നേർരകയുടെ എപ്പിസോഡ് പുറത്തു വരുന്നതോടെ അതിനൊരു മുന്നേറ്റം ഉണ്ടാകട്ടെ. നാടിന്റെ ഗതാഗത കുരുക്കിന് ഒരു പരിഹാരം ഉണ്ടാകാനുള്ള ഒരു പൊതു ചർച്ചയ്ക്ക് നേർരേഖ തുടക്കമിടട്ടെ എന്ന് മാത്രമാണ് പറയാനുള്ളത്. പ്രേക്ഷകർക്കും ഒപ്പം പങ്കെടുത്ത നന്ദി, നമസ്കാരം.